മനസ്സിലാണ് അദ്ദേഹത്തെ ഞാൻ ഈ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു ഉപകരണങ്ങളുടെ ആരാധ്യമാണ് ഇന്നിവിടെ നമ്മളെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിയനായ ആസാദായിരുന്നു നമ്മുടെ പേരോട് ഡിവൈഎസ്പി. അപ്പോൾ സി എമ്മിൻ്റെ പ്രോഗ്രാം കാരണം അദ്ദേഹത്തിന് കമ്പനിക്ക് പോയി വന്നു. അത് ഇന്നലെ കൂടെ അദ്ദേഹം പറഞ്ഞു അതുപോലെ ജസ്റ്റ് പോയി വന്നതാണെന്ന് പോകരുത് പറഞ്ഞു. അപ്പോൾ പകരം ആൾക്കാരെ വിടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ലേറ്റാവും എന്നുള്ളതുകൊണ്ട് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഹൃദയപൂർവ്വം നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ ഇന്നിവിടെ നമ്മുടെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ രമേശ് മാഷിൻ്റെ സാന്നിധ്യമാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ 2 ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ജോയ് സാറ് അദ്ദേഹം ഇവിടെ അടുത്ത് പറഞ്ഞു, രമേശ് ഈ രമേശ് മാഷ് എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കണ്ണൂർ വെച്ച്. അടിപൊളി മനുഷ്യനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പേരവധിക്ക് ഞാൻ എൻ്റെ നിർബന്ധമാണ് പേരാട് രമേശ് മാഷിൻ്റെ ഒരു ക്ലാസ്. ഇന്നത്തെ എന്താ പറയുക, ഇപ്പോൾ 1 ലക്ഷം രൂപ 1 ലക്ഷം കൊടുത്താൽ പോകാത്ത മാഷ് ചില സ്ഥലത്ത് 10 പൈസ വാങ്ങാതെ പോകുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചിയിൽ അദ്ദേഹം തന്നെ അവരുടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേരാടിലെ മനുഷ്യന്മാരെ കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ട്, നല്ലതാണ്. അത് വെച്ചാൽ നമ്മുടെ കൂടെ പല സ്ഥലത്തും നമ്മൾ പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സ്വീകാര്യത, ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഗുരുസാറുകൾ പറഞ്ഞു നെൽത്തുകൽ ജില്ലസിൽ പോയപ്പോൾ അവിടുത്തെ ആ ഓണറുകൾ നമ്മൾക്ക് പെരുമാറിയ രീതി, നെൽത്തുകൽ ശുഭജാങ്ങളുടെ ഒരു പെരുമാറ്റം, അതുപോലെ നമ്മുടെ ഇവിടെ പേരാറ്റിൽ ഓരോ കടകളിലും കയറുന്ന സമയത്ത് കുടുംബത്തിൽ നിന്ന് ആള് കയറി വന്നതുപോലെയാണ് അവിടെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ബുദ്ധിമുട്ടും പറയുന്ന കാര്യം വെച്ചാൽ എനിക്ക് ദിവസത്തിൽ ഒരിക്കലും പറഞ്ഞില്ല ഇവിടെ ഞാൻ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രമേശ് മാഷിനെ ഞാൻ ഹൃദയപൂർവ്വം അപ്പോൾ ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ എന്താണ് പ്രസംഗങ്ങൾ സാമാന്യ ഉദ്ഘാടന പ്രസംഗം ചെയ്യുന്നതായി വർഷം ഞാൻ സയന്റിഫിക് ട്രസ്റ്റ് ഇതിൻ്റെ നേതൃത്വത്തിലൊരു ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഗതം പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമായ ഒരു വിഷയത്തെയാണ് ഈ കൂട്ടായ്മ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ദൈനംദിനം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന വിഷയങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ അനുദിനം ഡയാലിസിസ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ തന്നെ പരിശോധിച്ചാൽ നമ്മുടെ പെയിൻ പാലിയേറ്റീവ് പഞ്ചായത്ത് ദൈനംദിനം സംഘടിപ്പിക്കുന്ന ഒന്നാണ്. പാലിയേറ്റീവിൻ്റെ യൂണിറ്റ്
നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാഹനവും അതിൽ ആരോഗ്യ പ്രവർത്തകർ വളർന്ന ടീമുകൾ എല്ലാ മേഖലയിലും പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും ദൈനംദിനം എന്നോണം പീനൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും 30-35 ലക്ഷത്തോളം രൂപ ഇതിനു വേണ്ടി തന്നെ മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പീനൽ പാലിയേറ്റീവിൻ്റെ അവലോകന യോഗങ്ങൾ ഓരോ മാസവും പഞ്ചായത്തിനകത്ത് ചെയ്തു. ആ യോഗത്തിനകത്ത് കഴിഞ്ഞ മാസം ഉള്ള ക്യാൻസർ രോഗികൾ, വൃക്കരോഗികൾ, ഗുരുതരമായിട്ടുള്ള രോഗം പിടിയിലെടുത്ത് പീനൽ പാലിയേറ്റീവിനെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഓരോ മാസവും വർദ്ധിച്ചു വരികയാണ്. ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ കിഡ്നി രോഗം, ഇതിൻ്റെ എണ്ണം ക്രമാതീതമായി ഓരോ മാസവും അവലോകനം ചെയ്തുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയവും ഇത് തന്നെയാണ്. ഇതിന് പരിഹാരം കാണാൻ വേണ്ടി നമസ്കാരം. നമസ്കാരം. ഓക്കെ, എന്നെ കുറിച്ച് പറഞ്ഞു. എൻ്റെ പേര് രമേശ് എന്നാണ്. കുറുമാത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാഷാണ്. ആദ്യത്തെ ചോദ്യം തന്നെ, ഈ മാഷന്മാർക്ക് എന്താണ് ഈ ആരോഗ്യമായിട്ട് ബന്ധം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊന്നും നമ്മൾ വെള്ളം തന്നു ഇരുന്നിട്ടില്ല. നിങ്ങൾ 2 മണിക്കൂർ ഇരിക്കേണ്ടി വരും. നിങ്ങൾക്ക് അതിനിടെ ഇലയുടെയും ഒരു വെള്ളവും തരും. ആദ്യമേ പറഞ്ഞേക്കാം. രണ്ടാമത്തെ കാര്യം, വളരെ തിരക്കുള്ളവർക്ക് ഇടയ്ക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ആരോഗ്യം വേണമെങ്കിൽ മാത്രം ഇരുന്നാൽ മതി. തിരക്കോടുകൂടെ തിരക്കിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഇത് ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവന പ്രവർത്തനം തന്നെയാണ്. പക്ഷേ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് വളരെ വിശദമായ, ഇന്ന് സമൂഹത്തിന് അത്യാവശ്യമുള്ള ഒരു പരമ്പരയാണ്. ഞാൻ ഇവിടെ മാത്രമൊന്നല്ല ഇത് ചെയ്യുന്നത്. എന്നെ ക്ഷണിക്കുന്ന ആർക്കും ഞാൻ ക്ലാസ് എടുക്കാൻ വന്നു. ഇന്ന് ഈ യാനം അസോസിയേഷനെ വിളിച്ചപ്പോൾ ഇവിടെ വന്നു. ഇനി ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു കോഴ്സ് കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആധികാരികമായൊരു അറിവ് ഞാൻ നേടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ജോലി ചെയ്തിട്ടില്ല. ഞാൻ അധ്യാപക വൃത്തിയിലേക്കാണ് വന്നത്. പക്ഷെ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്, അടുത്ത കാലത്ത് പറഞ്ഞുകൂടാ, 10 വർഷമായിട്ട് ഒരു വലിയ ചിന്തകൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, രോഗങ്ങളുടെ എണ്ണം കൂടുന്നു. ശരിയല്ലേ? കയ്യും കാലം വന്നിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കൂടുന്നുണ്ടോ ഇല്ലയോ? വീടിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പത്രത്തിലൊക്കെ ചരമകോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് 50-നും 60-നും ഇടയിലാണ്. ശരിയാണോ തെറ്റാണോ? എന്നാൽ ഇനി 5 വർഷം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് 40-നും 45-നും ഇടയിലായിരിക്കും. ഞാൻ പറഞ്ഞതല്ല, കണക്കാണ്. ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മരിക്കണം എന്നുള്ളവർക്ക് ഇപ്പം തന്നെ പോകാം, യാതൊരു വിഷയമില്ല. അല്ലെങ്കിൽ കുറച്ചു കാലം ഒന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചോദ്യം. ഇനി അടുത്ത ചോദ്യം, മരിക്കേ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൈവന്നിക്കാം. എനിക്ക് ഒരിക്കലും മരിക്കേണ്ട. ആ 4 ആൾ മാത്രമേ കുറച്ചും കൂടെ സമയം ഇരിക്കുള്ളൂ, ബാക്കിയുള്ളവർ പോയിക്കോ. എന്നാൽ നിങ്ങളൊന്നും ഞെട്ടണ്ട. ഇനി വരാൻ പോകുന്ന കാലം മരണമില്ലാത്ത കാലമാണ്. പണ്ട് സ്കൂളിൽ പഠിച്ച എനിക്കൊന്ന് എന്നെക്കാൾ വളരെ പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന, എനിക്ക് 54 വയസ്സായി. അന്ന് കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞ് കുഞ്ചൻ നമ്പിയ ഒരു കവിത പഠിച്ചിനി അല്ലെ? മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുണ്ട്, മുത്തച്ഛൻ മരിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ കാലമില്ലാത്തൊരു കാലം വരുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം വേണ്ട. 2040 ആകുമ്പോഴേക്കും ഇനി ഒരാളും മരിക്കൂല എന്ന അവസ്ഥയിലേക്കുള്ള ഗവേഷണം നടത്തുന്ന ഒരു പുസ്തകമാണിത്. ഇതിൻ്റെ പേര് ലോഞ്ചിവിറ്റി എന്ന് ഇംഗ്ലീഷുകാരൻ പറയും. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ചത്തുപോകില്ല എന്ന് പറയും. അത് ഇതിൻ്റെ ക്രിസ് ബർബർഗ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഡോക്ടറാണ് ഇതിൻ്റെ പിന്നിൽ. അതിൻ്റെ ഗവേഷണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഞാനും എന്ന കാര്യം നിങ്ങളോടുകൂടെ അറിയിക്കട്ടെ. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഞാനതിൻ്റെ ഭാഗമാണ്. വെറുതെ പറഞ്ഞാൽ നിങ്ങളതിൻ്റെ ഭാഗമാവണം. എനിക്ക് കുറേ കാലം ജീവിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ടല്ല ഞാൻ ലോഞ്ചിവിറ്റിയിൽ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇത് പറയുന്ന കാര്യമുള്ള കുറേ സ്ലൈഡ്സ് ഉണ്ടാവും, കുറച്ച് കഥകളുണ്ടാവും, കുറച്ച് കാര്യം ഉണ്ടാവും. നിങ്ങൾക്ക് 1/2 മണിക്കൂർ എന്നോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി പറയട്ടെ, ഞാനൊരു ഡോക്ടറല്ല. ഇത് ഡോക്ടർമാർക്ക് എതിരെ പറയുന്നതോ അനുകൂലമായിട്ട് പറയുന്നതായ ഒരു സംഭവമല്ല. നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തിയാൽ എങ്ങനെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാം എന്നുള്ളതാണ് ഈ സെമിനാറിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് തുടങ്ങിയ യാനം അസോസിയേഷൻ എന്ന് പറയുന്നവരുടെ അംഗങ്ങളാണ് ഇവിടെ കൂടുതലുണ്ടാവുക. അവരുടെ ആശയവും ഞാൻ യോജിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ചപ്പോൾ വന്നത്.
കാരണം ആരോഗ്യരംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ തരംഗം ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പലരും ചെയ്യുന്നുണ്ട്. നേരത്തെ ഉദ്ഘാടക പ്രസംഗം പറഞ്ഞ 3 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ജീവിതശൈലി രോഗ ക്ലിനിക്കുകളുടെ എണ്ണം കൂടുന്നു. ശരിയാണോ തെറ്റാണോ? 10 വർഷമൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും ജീവിതശൈലി ക്ലിനിക്ക് ഇല്ല. ഞാൻ രണ്ടാമത് കേട്ട കാര്യം, ഒരുപാട് ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നു. ചോദ്യം തിരിച്ചാണ്, ഇവരുടെയൊക്കെ ഡയബറ്റീസ് മാറും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ. എന്നാൽ എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, ലൈഫ് വിത്തൗട്ട് ഡയബറ്റീസ്. നിങ്ങൾക്ക് ഡയബറ്റീസ് വന്നാലും 100% മാറും, അതോടൊപ്പം ഇനി വരാത്തവർക്ക് വരികയും ചെയ്യില്ല. അപ്പം ഞാനൊരു കുഴപ്പമുണ്ടാക്കാൻ വന്ന ആളെന്ന് ഏതാണ്ട് ഒരു ബാധ്യയായി. ഞാൻ ഈ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നതിലറിയാം, ഈ പുസ്തകം വരെ തട്ടിപ്പെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, അവരോട് ഒന്നും പറയാനില്ല. ഇത് വളരെ ശാസ്ത്രീയമായ പഠനം മാത്രമേ നിങ്ങളോട് ഞാൻ പറയുന്നുള്ളൂ. ഇനി ഞാൻ നിങ്ങളുടെ നാട്ടിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കാം. ഈ പേരാവൂർ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം പണ്ട് ഞാൻ ഈ സ്ഥലത്ത് കുറച്ചു കാലം പോയി വന്നിരുന്നു ഒരാവശ്യത്തിന്. അന്ന് ഈ റോബിൻസ് ഹോട്ടലിൽ നിന്ന് ഞാൻ ചായ കുടിച്ചു. അപ്പോൾ അതിൻ്റെ ഉടമയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ എനിക്ക് തന്നിരിക്കുന്ന ഈ സാധനങ്ങൾ ഏത് എണ്ണയിലാണ് പാചകം ചെയ്യുന്നത്? അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു, 20 വർഷമായിട്ട് ഞങ്ങൾ അത് തേങ്ങയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയിലാണ്. ഞാൻ ഏതാണ്ട് 100ഓളം എല്ലാ ഹോട്ടലുകളിലും പോയി ചോദിക്കും, നിങ്ങൾ ഏത്? അവർ പറയും ഞങ്ങൾ രുചി ഗോൾഡിലാണ് ഉപയോഗിക്കുന്നത്. ചില ഇവരുടെ അഭിമാനത്തോടുകൂടി ഇന്ത്യൻ കോഫി ഹൗസിലത്തെ കക്ഷി പറഞ്ഞു ഞങ്ങൾ ഗാലന്റയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കരുത്, വേറൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നവരെ കുറ്റം പറയുന്ന കോവിഡ് വാക്സിനും കാരണമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ എത്രയോ ഉപരി നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഓയിൽസ്, നമ്മുടെ വീട്ടിൽ പണ്ട് കോക്കനട്ട് ഓയിലിനെ മാറ്റിയിട്ട് നമ്മൾ ഇന്ന് ജീവിതശൈലി മാറ്റി. ജീവിതശൈലി രോഗം എന്ന വാക്കന്നെ വന്നത് അതിന് ആദ്യത്തെ വരി ജീവിതശൈലി എന്നാണ്. വിശ്വാസം നമ്മുടെ ജീവിതശൈലി മാറുന്നത് എങ്ങനെയെന്ന് വളരെ വിശദമായിട്ട് എൻ്റെ അനുവദിച്ച 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ വാങ്ങിക്കുന്ന അരി എന്ന് പറയുന്നത് സാധാരണ റേഷൻ അരിയുണ്ട്. നമ്മള് പിന്നെ പീടിയിൽ നിന്ന് വാങ്ങിക്കുന്ന 35 മുതൽ 45 വരെയുണ്ട്. ഏതായാലും ഈ അരി കഴിച്ചിട്ട് ഒരു ഗുണമില്ല. കാരണം അതിന് ആവശ്യമുള്ള തവിടില്ല. പണ്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് അല്ലെ കുത്തരി കഴിച്ചവരല്ലേ നമ്മള് അതിന് വല്ലതും അടിച്ചിരുന്നോ? പെസ്റ്റിസൈഡ്സ് ഒന്നും അടിച്ചില്ല. ഈ അരി ഇപ്പോഴും കിട്ടാറുണ്ട്. ഞങ്ങൾ വയനാട് അന്വേഷിച്ചു. ഞാൻ ഇവരോട് പറഞ്ഞു വയനാട് നോക്കാൻ പറഞ്ഞു. പാലക്കാട് ഞാൻ പോയപ്പോൾ ഞാൻ ട്രെയിനിങ് പോകാൻ സ്ഥലത്ത് നോക്കും. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? അതായത് പൂർണ്ണമായും തവിടുള്ള അരി കഴിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന സിസ്റ്റമാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവില്ല. കാരണം അതിന് തവിടുണ്ട്. ഇപ്പൊ നമ്മള് സോർട്ടെക്സ് റൈസ് അല്ലേ ഉപയോഗിക്കുന്നത്. ഡേഞ്ചർ എന്നല്ല, ചിലത് ഒരു മിക്സ് ചെയ്തൊരു സാധനം വരും, അത് കഴുകുമ്പോ അമ്മമാർക്കറിയാം റൈറ്റ് എത്ര ഡേഞ്ചർ ആണെന്നറിയാം. ഞാൻ എന്റെ ഉദ്ദേശം അതെല്ലാവരും കഴിക്കണം. അപ്പൊ ഞാൻ ഈ ട്രസ്റ്റുകാരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ കാര്യം ഞാൻ 60 രൂപ 70 രൂപ 80 രൂപ വിലയുണ്ട്. 100 രൂപയൊക്കെ ഉണ്ടാവും. അത് സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുമോ? പൈസ കൂടുതലല്ലേ, നമുക്കിത് ബുദ്ധിമുട്ടല്ലേ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ട്രസ്റ്റിന് പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻ വരുമ്പോ ഇത് ബിസിനസ്സുകാരുടെ എല്ലാവരും ഉണ്ട്, നിങ്ങളൊരു പകുതി പൈസ ഒന്ന് കുറച്ച് കൊടുക്ക്, എന്നിട്ട് അവർക്ക് അരി മേടിച്ചു കൊടുത്തൂടെ? അമ്പലത്തിൽ അന്നദാനോട്ട് സാരി കൊടുത്തിട്ട് കൊണ്ടാൻ പോകുന്ന എല്ലാ പരിപാടി ഇതാവട്ടെ അന്നദാനം. അപ്പൊ അരി മുതൽ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇനി ഈ പറഞ്ഞ നേരത്തെ താള് ചെമ്പല ഇത് എത്ര പേര് കഴിക്കുന്നുണ്ട്? ഇതെങ്ങനെ പയ്യനോട്ട് അവിടെ കിട്ടല് നമ്മൾ എത്തിച്ചു കൊടുക്കണം. കറിവേപ്പില ഈ അടുത്ത ആൾക്കാരാണ് കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. കറിവേപ്പില ചമ്മന്തി ഗ്രേറ്റ്. മാർക്കറ്റ് കിട്ടൂല, ഇങ്ങനത്തെ ഒന്നും മാർക്കറ്റ് കിട്ടൂല. കാരണം ഇത് കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ഇത് നമ്മൾ കുറെ ആൾ ഉണ്ടാക്കുന്നു. ഇത് തുടക്കമാവട്ടെ. ഇപ്പൊ എന്താ സ്ഥിതി? എന്താ പേരുണ്ട്? സാധിക്കാൻ വെറുതെ സംശയിക്കാൻ വന്നേ. അദ്ദേഹത്തിന് തന്നെ പാരമ്പര്യ വിവരം ഞാൻ പറഞ്ഞു. ഞാനത് പറയുന്നില്ല, എന്റെ കച്ചവടം ബാധിക്കും. പറയണ്ടല്ലേ? പറയുന്നതോട് പറയണ്ട. ഞാൻ പൊമ്പയുടെ കണ്ടാൽ കമ്മീഷൻ കിട്ടി ചോദിച്ചാൽ പറയുന്നില്ല. റൈറ്റ്, ഓക്കെ, വേഷപ്പെടില്ല. അദ്ദേഹം ഒരു ജ്യൂസ് ആണ് കൂൾ ബാറുണ്ട്, അത് കഴിക്കാം. ഞാൻ അദ്ദേഹത്തോട് നിർദ്ദേശം പറഞ്ഞതല്ല, നമുക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. ജ്യൂസ് കഴിക്കുന്നതും ഫ്രൂട്ട്സ് കഴിക്കുന്നതും നല്ലത് നമ്മുടെ ശരീരത്തിന് ഹോൾ ഫ്രൂട്ട് കഴിക്കുന്നു. കാരണം വൈറ്റമിൻസ് അധികം കട്ടായി പോകും. അതൊക്കെ നമുക്ക് പ്രാവർത്തികമാണ്. മോരും വെള്ളം, അവിടെ മോരും വെള്ളം കൊടുക്കുന്നില്ല. മോരും വെള്ളം കുടിക്കാൻ പറ്റില്ല. സ്ഥിരമായ മോരും വെള്ളം 11 മണിച്ച് കളിച്ചാലാണ് ഈയിടെ 102 വയസ്സിൽ വെച്ച സഖാവ് അച്യുതാനന്ദൻ. ഭയങ്കര മലക്കും മോരും വെള്ളം കുടിക്കും. ആ മോരുണ്ടാക്കിയ പശുവിന്റെ പാൽ ഏതായിരിക്കണമെന്ന് ഞാൻ പറയാൻ പോകുന്നുണ്ട് അടുത്ത്. ഇതെല്ലാം നമ്മുടെ ചിത്രത്തിൽ കാണുന്നില്ലേ? പിള്ളേർക്ക് വേണ്ടുന്ന സാധനം, പിള്ളേരെ കോലം കണ്ടേക്കുക. ഈ അപ്പുറത്തെ പിള്ളേരല്ല ഇപ്പുറവും. പിന്നെ നല്ല പേര് ജങ്ക് ഫുഡ്. ഈ കുഞ്ഞുങ്ങൾ തന്നെ ഒബേസിറ്റിയാണ്.
നിങ്ങൾ വിചാരിക്കണം 15 വയസ്സുള്ള ഇവിടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റഡി വന്നു. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പോഷൻ ഇന്നലെ നമ്മുടെ പരിപാടി തുടങ്ങി. കുട്ടികൾക്കെല്ലാം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാപ്പോൾ ഗവൺമെന്റ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫിറ്റ്നസ് വരാൻ തുടങ്ങി. വൈദ്യുതി വരുന്നുണ്ട്. ഞാനിപ്പോൾ ചില പെരിഫറൽ കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിൽ വേണ്ടത് എന്തല്ല അങ്ങനെ കണക്ക് ഇതൊന്നും നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതിലേക്ക് ഞാൻ വരെ അതിന് മുമ്പേ ഒരു കണക്ക് കാണിക്കാം. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കേണ്ടത് ഫുഡല്ല, ന്യൂട്രീഷ്യസ് ഫുഡാണ്, പോഷകമുള്ള ഫുഡ്. അപ്പൊ എന്താണ് പോഷകം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതില് നമ്മൾ ഏറ്റവും നമ്മുടെ നാട്ടിലെ പപ്പായ, കർമൂസ്, ഈ ഡെങ്കി പനി നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ തിന്നാൻ കൊടുക്കുന്നതോ ഇല്ല. അതെപ്പോ തുടങ്ങിയത് ആ ആശയം വന്നത് എന്റെ ഒരു സുഹൃത്ത് പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിലെ ഒരു മാനേജർ, റിട്ടയർ. അദ്ദേഹം സർവീസിലിരിക്കുക. അദ്ദേഹത്തിന്റെ മകന് സിംഗപ്പൂരിൽ നിന്നാണ് മകൻ. അയാൾ ബോംബെയിൽ വന്നു. നാട്ടിലേക്ക് വരുമ്പോൾ ഡെങ്കി വന്നു. അങ്ങനെ UMC ഇല്ലേ, നമ്മുടെ KMCയിലെ UMC എന്ന് പറഞ്ഞ സ്ഥലമില്ല, മോദി സർക്കിളിലെ വലിയ ഹോസ്പിറ്റലില്ലേ, അവിടെ കൊണ്ടുപോയി ICU കയറ്റി പ്ലേറ്റ്ലെറ്റ്, നമ്മളെ അറിയില്ലേ ലൈറ്റ് വന്നവർക്ക് അറിയാൻ പറ്റും, രക്തം പരിശോധിച്ച പ്ലേറ്റ്ലെറ്റ് 5000 കുറഞ്ഞു. അപ്പൊ ചക്രവാണി ഈസ് എ ഫേമസ് ഡോക്ടർ ഇൻ മാൻഡ്രിഡ്. അയാളുടെ MD ഡോക്ടർ, അയാൾ ഭയങ്കര കഴിവാണ്. അയാൾ പറഞ്ഞു നിങ്ങളുടെ മകൻ വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് 5000 ഒന്നും ചെയ്യാനില്ല, കൂട്ടാൻ പറ്റില്ല, ഒരു മെഡിസിൻ എഫക്ട് ചെയ്യുന്നില്ല, കാരണം ഡെങ്കിക്ക് മരുന്നില്ല. നിങ്ങൾക്ക് എന്താണോ മകന് അവസാനമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനോടൊന്നും പറയണ്ട, നിങ്ങൾ കൊടുക്കണം. ഈ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും? 24 വയസ്സിന്റെ മോൻ. ഈ മനുഷ്യൻ നേരെ പുറത്തു വരുമ്പോൾ അവിടെ ഈ കപ്പൊക്കെ ഇഷ്ടംപോലെ കിട്ടും. കാരണം മംഗലാപുരം ഹോസ്പിറ്റൽ മുമ്പിൽ ഈ കപ്പ കിട്ടും. ഇയാൾക്ക് ഇതൊന്നും അറിയില്ലേ. ഇയാൾ ക്ലാസ് ഇയാൾ ഇത് മേടിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കും. ജ്യൂസിനെ കൊടുക്കാൻ പറ്റും. അപ്പൊ നഴ്സ് വെച്ച് എന്തിനു പോയി ചാവ് തരാൻ കൊടുക്കുന്നു? അല്ല എന്റെ മോന്റെ ആഗ്രഹം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കക്ഷി കണ്ണെല്ലാം തുറന്ന് എണീക്കാൻ തുടങ്ങി. ചക്രമാണ് ഇതിന്റെ ബോധം പോയി. അയാൾ മുതൽ ഇനി ഇന്റർനാഷണൽ സ്റ്റഡി കൊടുത്തു. ആ മനുഷ്യൻ ഇപ്പൊ സിംഗപ്പൂർ ജോലി ഉണ്ടായിട്ടൊക്കെ ആളെ പേര് വരെ ഉണ്ടാവും. ഞങ്ങളുടെ ക്ലാസ് എടുക്കാൻ എന്റെ അടുത്ത് കൊടുക്കാം. അപ്പൊ അതിനാണ് അവിടെ എന്താ ഗുണം ചെയ്തത്? വൈറ്റമിൻ സി. എന്താ ഗുണം ചെയ്ത്? പക്ഷേ കാര്യം ഈ പഴുത്ത കപ്പക്ക തിന്നു, മൂത്ത കപ്പ തിന്നു, പച്ച കപ്പക്ക തിന്നു, ശരിയല്ലേ? പപ്പായ അത് നിങ്ങൾ എന്താ കഴിക്കണ്ടേ? പഴുക്കുന്നത് മൂത്തതും കഴിഞ്ഞിട്ട് ഇടയിലെ സാധനമില്ലേ, അതിലൊരു സാധനം വൈറ്റമിൻ സി. അങ്ങനെ ഫുള്ള് കൊടുക്കൂട. ഈ സാധനം കറി വെച്ച് കൊടുത്താൽ പിള്ളേർക്ക് വേണ്ട. ഇപ്പൊ വൈറ്റമിൻ സി ആണെന്ന് അറിയണം. അതാണ് ന്യൂട്രീഷ്യസ് ഫുഡ്. ഒരു ഉദാഹരണം പറഞ്ഞു, നെല്ലിക്ക. ഏത് നെല്ലിക്ക? മുണ്ട നെല്ലിക്ക, ചെറിയ നെല്ലിക്കില്ല. പയ്യന്നൂർ അതിപ്രശസ്തനായ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയുണ്ട് എന്റെ സുഹൃത്ത്. വയസ്സ് 65, ചെറുപ്പക്കാരൻ, മക്കൾ 2 ഡോക്ടർ. ഞാൻ ടെക്നിക്കുന്നതാണ്. ഞാൻ എല്ലാവരും ചോദിക്കേ, ഞാനോട് പറയാം ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളോട് പറയുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞു, അതിനുശേഷം ഞാൻ പറയാം, എല്ലാവരും പറയും. ഞാൻ രാവിലെ എണീച്ചിട്ട് 4 ചെറിയ നെല്ലിക്കയുടെ സംഘടിക്കും. എത്ര കൊല്ലം? 50 കൊല്ലം, 34, 50 കഴിഞ്ഞാലോ ഒരൊറ്റ മെഡിസിൻ കഴിക്കില്ല. ഫാർമസി കമ്പനി സ്വന്തം. എന്നോട് ഈ രണ്ടാമത്തെ കാര്യം ആരും പറയാൻ പാടില്ല. ഞാൻ നേരത്തെ ഒരു മെഡിക്കൽ കാരനായി പറഞ്ഞു, എന്റെ ഡോക്ടറെ അടുത്ത് പോയ ഇത് 2ാമത്തെയാണ് പയ്യന്നൂർ ഏറ്റവും വലിയ മെഡിക്കൽ ഷോപ്പ്. എങ്ങനെയുണ്ട്? എന്നോട് കഥ പറയാൻ പറ്റില്ല. എന്റെ മുമ്പ് തന്നെ പറഞ്ഞത് വേറെ അന്വേഷിക്കണ്ട. ഒന്ന്, ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ന്യൂട്രീഷ്യസ് ഫുഡാണ്. രണ്ടാമത്തെ കാര്യം സമയമാണ്. എല്ലാവരും പറയാൻ സമയമില്ല. കാരണം 12:15 വരെ നമ്മൾ ഡയറി 10 മണി. പ്രോപ്പർ സ്ലീപ്പ്, ഉറക്കം. അതെന്നാണ് ചിലവൊന്നുമില്ലപ്പ. മര്യാദ ഉറങ്ങുന്നവർ കൈവന്നിരിക്കും. അതായത് എങ്ങനെ കിടന്നു ഒരു കുറച്ച് സമയം എടുക്കും ഉറങ്ങാൻ. പിന്നെ ചോട്ട രാവിലെ അറിയും. അങ്ങനത്തെ ഒരു കൈവന്നിരിക്കും. കൈയുടെ എണ്ണം കുറയുന്നു. ഇനി അങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു. ഇനി എഴുന്നേക്കുന്നത് എങ്ങനെയാണ്? വായനങ്ങനെ പറഞ്ഞിട്ട് ഈശ്വര ഇന്നത്തെ ഒരു ദിവസം കൂടി നല്ല മക്കൾ എണീക്കുന്നവര് ഏതി കൈകൊണ്ടിരിക്കരുത്. രാവിലെ എണീക്കണം. ഫുൾ എക്സൈസ് എണീക്കുന്ന ഒരു വിഭാഗമുണ്ട്. ചെറിയ പുള്ളത് അരി ഈ സാധനം കൊടുത്തു. ഇതായിരിക്കും ഇത് അമ്മീനെ പ്രൊഡ്യൂസറായിരിക്കും നിർമ്മാതാവ്. ഇനി ശരിക്കും നിർമ്മാതാവ് വഴിയില്ല. അമ്മ എടുത്തു.
എന്താറുണ്ട്? ഇത് വലിയ അത്ഭുതമൊന്നുമല്ല. ഞാൻ ഇവിടെ കണ്ട് പറഞ്ഞില്ലേ, ആ 3 ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു ഗർഭിണി വലിയ വയറ്, ടിക്കറ്റ് ഡെലിവറി വലിയ വയറ്, അതിന് മേലെ വെച്ചിട്ട് വരക്കുന്നു. നല്ല സ്റ്റാൻഡേർഡോ ആടനെ തുടങ്ങി ഡേറ്റ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യുന്നത് വെച്ചിട്ട് കാര്യമൊക്കെ ഞാൻ പ്രോപ്പർ സ്ലീപ്പ്. ഉറക്കം എന്ന് പറഞ്ഞാൽ 5 സൈക്കിളാണോ, ഒരു 1.5 മണിക്കൂർ വരുന്ന 5 സൈക്കിളാണോ ഉറക്കം ഉണ്ടാവുക. അപ്പൊ ഉറക്കം ഉണ്ടാവണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ടെൻഷൻ ഒന്നും പാടില്ല. നിങ്ങൾ ഒറ്റ കാര്യം, ഉറക്കം ഉണ്ടാക്കുന്നത് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന ഹോർമോണാണ്. നമുക്ക് ഉറക്കം വരില്ലേ, പകലില്ല രാത്രി ഉറക്കം വരും. ഇനി അത് വളരെ ശ്രദ്ധിച്ചോ. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്ത് ഉറക്കമാണ്. കാരണം 8 മണിക്കാണ് ശരിക്കും ഉറക്കം വരും. നിങ്ങൾക്ക് പണ്ടത്തെ അച്ചാച്ചനും അമ്മേനും വിചാരിച്ചോക്കെ നമ്മുടെ നാട്ടിലൊക്കെ അന്ന് കറണ്ടില്ല, ലൈറ്റ് ഒന്നുമില്ല. അവര് 6 മണിക്കില്ല കഞ്ഞി കുടിച്ച് കിടക്കില്ലോ. പറ അതെ. അവര് എത്ര മണിക്ക് ഉറങ്ങും? നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കും. വേറെ ഒരു പരിപാടി ഇല്ലാത്തത് 10-12 പിള്ളേരുണ്ടോ, 15. അത് പ്രസവിക്കുന്നത് അറിയില്ല. എന്റെ നാട്ടിൽ 12 മക്കളെ പെറ്റൊരമ്മ 15 പേറ്റി 3 ചത്തുപോയി. എന്നോട് എടാ നീ 12 പിന്നെ 3 ഞാൻ പെറ്റുന്ന തോന്നുന്നില്ല, എണ്ണേ ഇല്ല. ഇപ്പൊ കട്ട ഓടി മക്കളെല്ലാം വലിയ നേരിടുന്നത്. പക്ഷെ നല്ല ഭയങ്കര ഉത്സവം. 10 വയസ്സായി. ഞാൻ പറയട്ടെ, അവർ 8 മണിക്ക് ഉറങ്ങും. മെലറ്റോണിൻ എന്ന് പറയുന്ന കറക്റ്റായിട്ട് വരും നമ്മുടെ ബ്രെയിനിൽ. 8 മണിയാകുമ്പോൾ മലപ്പുറം വരും. അപ്പം നമുക്ക് ക്ഷീണമാവും. കോർട്ടിസോൾ ഒച്ച നമ്മുടെ ഇങ്ങനെ ശക്തിയിൽ ഉണ്ടാകുന്ന കോർട്ടിസോൾ കുറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഉറക്കം വരും. 10 മണിക്ക് വീണ്ടും വരും. നിങ്ങൾ നോക്കിയപ്പോ നിങ്ങൾക്ക് 8 മണിക്ക് ഇപ്പൊ വരില്ല. കാരണം ഓൾറെഡി ലൈറ്റെല്ലാം വന്നു പോയി. ഇത് തടയുന്ന ഒരു സാധനമാണ് ലൈറ്റ്. ഇവിടെ അമ്മമാരില്ല, പണ്ടൊക്കെ പ്രസവിക്കുന്നത് വീട്ടിൽ നിന്നാണോ? അന്നേരം എന്താ ചെയ്തത്? അത് പ്രസവം എടുക്കുന്ന പെണ്ണുള്ള വലിയ എന്തൊക്കെ പേരും അല്ലെ വയറ്റാട്ടി എന്നൊക്കെ പറയും. ഇവര് ഈ കുട്ടി പുറത്ത് വരുമ്പോൾ ചെറുങ്ങനെ ലൈറ്റ് വെക്കും. ശ്രദ്ധിച്ചത് ഒരു വിളക്ക് എത്തിച്ചു. നിങ്ങൾക്ക് ആശുപത്രിയിൽ എന്നെല്ലാം വീട്ടിൽ താമസിക്കും. അപ്പൊ ഒരു ചെറിയ ലൈറ്റ് ഇത് കണ്ട ഇപ്പൊ എങ്ങനെ അറിയാം? കുഞ്ഞ് ജനിക്കുമ്പോൾ ലൈറ്റിലാണ് വരുന്നത്. സ്വർണം കംപ്ലീറ്റ് കുഞ്ഞ കണ്ണട വെക്കണമെന്ന് ചോദിച്ചു. സ്വർണം അതായത് ഇപ്പൊ ചെയ്യുന്നതറിയാം. ഈ വരുമ്പോ തന്നെ കുഞ്ഞിന് സുഖം ഉണ്ടാക്കിയ പിന്നെ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് കച്ചവടം നല്ലോണം നടക്കൂലേ? ഇത് ചാനൽ പേഴ്സണൽ ഇത് ടെലികാസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ സർവീസ് അടുത്തോലെ ഞാൻ എന്തും പറയും. ഇപ്പൊ എന്റെ മുഖ്യമന്ത്രി പഠിക്കണം, വിദ്യാഭ്യാസ മന്ത്രി പഠിക്കണം. പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ അഥവാ എന്നെ പിരിച്ചുവിട്ടാൻ ചുക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കും. അത്രയുടെ പേര് ഫ്രാങ്ക്. അതായത് മെലറ്റോണിൻ രണ്ടാമത് ഹൈറ്റ് വരുന്നത് 10 മണിക്കാണ്. വീണ്ടും ഉറക്കം വരുന്നത് 10 മണിക്കായി. ചിലർക്ക് ബ്രെയിനിൽ അതെ ഇത് വന്നു, നിങ്ങൾക്ക് മൈൻഡ് ചെയ്യാത്തരം പരിപാടി ബ്രെയിൻ നിർത്തി ഇവ പറഞ്ഞാൽ കേൾക്കൂല. വീട്ടെ ഈ മെലറ്റോണിൻ ഡിസ്റപ്ഷൻ, അതായത് കൃത്യമായി നിങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിൽ മാക്സിമം 10 ഉറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരുമെന്ന് ഫങ്ഷണൽ മെഡിസിനിൽ കൃത്യമായി പറയുന്നു. ഡയബറ്റീസ് വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു ചെലവില്ലാണ്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഉറങ്ങും. അപ്പൊ പ്രശ്നമില്ല. കേരളത്തിൽ 30% ഉറങ്ങാൻ പറ്റുന്നില്ല. 47 ഉറക്കം വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. സ്ലീപ്പ് അപ്നിയ അങ്ങനെ പറഞ്ഞ സൈക്കോട്രിക് ഡിസോർഡേഴ്സ് അത് ഞാൻ പോകുന്നില്ല. അപ്പൊ ഒന്ന് എന്താ വഴി? ഒരു 10:30 മുമ്പേ ഉറങ്ങാൻ വരുന്നതിന് മുമ്പേ മിനിമം 1 മണിക്കൂർ മുമ്പേ ഈ മുമ്പ് ഒഴിവാക്കുക ഈ മൊബൈൽ ഫോൺ. നിങ്ങൾ കളവൊന്നും പറയണ്ട. ഉറങ്ങുന്നതിന് മുമ്പ് വാട്സപ്പ് നോക്കൂലേ? പറ. ഫേസ്ബുക്കിൽ കമന്റ് ഇടൂലേ? ഇനി ജന്മനാഥിന് ആരോഗ്യ ക്ലാസ്സിൽ വരാനുണ്ടോ? അത് നോക്കിയോ? നിങ്ങൾ നോക്കുമ്പോ ഒരു തരം ലൈറ്റ് വരും. യെല്ലോ ലൈറ്റ് അല്ല, ബ്ലൂ ലൈറ്റ്. ഈ സാധനം നമ്മുടെ തലച്ചോറിനെ അതിൽ മെലറ്റോണിൻ ഉണ്ടാക്കൂല, അത് തടയും. കണ്ണിൽ വേറൊരു നിങ്ങൾക്ക് ഈ സാധനത്തിൽ നേരം നോക്കാൻ പാടില്ല. അരമണിക്കൂർ മുമ്പ് നോക്കണം. ഒരാളെ നമ്മൾ ഒരു കൈയ്യെടുക്കണം. മരുന്നിയുടെ പിള്ളേരെ പോവുകയാണ്. ഇയാളെ കംപ്ലീറ്റ് നേരെ കത്തി കഴിച്ചു. ഈ സാധനം പണ്ടാരം പറഞ്ഞ ടീശിയിൽ അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അതൊന്നും ചെറിയ രീതിയിൽ പ്രശ്നമില്ലു. അതിനെക്കാട്ടും അവിടെ നോക്കുന്നത് ഈ രാവിലെ എണീറ്റവിടെ മൊബൈൽ നോക്കുന്നവർ എവിടെ? ഭാര്യയല്ല മൊബൈൽ. ചിലവര് പെരുന്നതിന്റെ ദേടം വേറെ സമയം നോക്കാൻ സാധനമല്ലേ മൊബൈലിൽ എംബോർക്കെ ബ്ലോക്ക് ഇട്ടു.
അത് നിങ്ങൾ ശീലമായി മാറ്റാൻ പറ്റില്ല. എന്താ കുഴപ്പമെന്നറിയോ? അത് മാത്രം പറയാം. പണ്ടത്തെ പറയുന്നേ രാവിലെ എണീച്ചു, ഈശ്വര ദൈവമേ തന്നെ പ്രാർത്ഥിച്ചു, അല്ലേ അള്ളാഹ് വിളിച്ചു, അതിനുശേഷം നേരെ പെണ്ണുങ്ങളുടെ മുറ്റത്തേക്ക് പോയി മുറ്റടിക്കുന്നു. ശരിയല്ലേ? ആണുങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നു. അന്ന് പുറത്തേക്ക് മൂത്രമൊക്കെ പോകണം. ഇപ്പൊ എന്റെ ഉള്ളിൽ തന്നെ അല്ലേ പരിപാടി. അപ്പൊ എല്ലാം കൂടെ പുറത്തേക്ക് നടന്നു. ഇനി ഒരു ചെറിയ മനസ്സിലാവുന്ന അറിയില്ലേ പറയാ, ഉറക്കം ഉണ്ടാക്കുന്ന കുറെ തരംഗങ്ങളിൽ, അതിന്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ഒരു പ്രത്യേക തരംഗമുണ്ട്, തീറ്റ വേവ്സ്. പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രാവിലെ അത് അധികം ഉണ്ട്. അതുകൊണ്ട് ഗ്രാമം മുഹൂർത്തം എഴുന്നേക്കണമെന്നൊക്കെ പറയും. ഈ തീറ്റ വേവ്സ് ഭയങ്കര ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം, അതായത് ഒരാൾ മൊബൈൽ ഫോൺ രാവിലെ നോക്കാത്ത ഒരാള്, ഒരാൾ രാവിലെ തന്നെ മൊബൈൽ നോക്കുന്ന ഒരാൾ, വ്യത്യാസം. ഈ നോക്കാത്ത ഒരാൾക്ക് തീറ്റ വേവ്സ് ഭയങ്കര ആക്ടിവേഷൻ, ഭയങ്കര ഉഷാറായിട്ടാണ് ദിവസം. ഞാൻ അങ്ങനത്തെ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് നോക്കുമ്പോൾ ഈ തീറ്റ വേവ്സ് പണ്ടത്തെ വരെങ്ങനെ, അതിന് വേറെ വേവ്സ് ആൽഫ എന്ന് പറയും, അനുഭവം കിട്ടുന്നത്. ഇപ്പൊ ഒരു അനുഭവം കിട്ടുന്നില്ല, നേരെ അത് ബീറ്റ വേവ്സിലേക്ക് പോകും. അതൊന്നും പേടിക്കണ്ട, ചുരുക്കൊരു അപകടമാണ്. ഇപ്പൊ ഈ അമ്മമ്മ ഈ കുട്ടിക്ക് ഇത് കൊടുത്തു നോക്കാൻ. ഈ കുട്ടി 21 ദിവസം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിത് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ആരോഗ്യ ക്ലാസ്സുകൾ വീട്ടിൽ പോയിട്ട് കുഞ്ഞ് പ്രശ്നമാക്കും, എന്തുണ്ടാക്കിയാലും മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കരുത്. അതിനൊക്കെ കഴിക്കണ്ട, കഴിച്ചില്ലെന്താ സംഭവിക്കാം? കുഞ്ഞ് ചത്തു പോയിക്കോട്ടെ, അങ്ങനെ ലാഭം. ഈ കുഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ഈ കുഞ്ഞിനെല്ലാം പറയണം. പുതിയ കുട്ടികളെല്ലാം അക്രമാസക്തരാണ്. പിള്ളേർ മാഷന്മാർക്കെല്ലാം എപ്പോ തല്ലിടുന്ന എല്ലാം കുഴപ്പമല്ലേ? ഞാൻ റിട്ടയർ ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് സന്തോഷം തരാം. ഇതിന്റെ കയ്യിലല്ലോ പലരും ഇപ്പൊ സർവീസിലവരായിരിക്കാൻ പോലല്ലോ, നിങ്ങളായിരിക്കും പോകാതെ. പിള്ളേർക്കെല്ലാം അത്ര അടങ്ങിയിരിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പൊ ഇന്ന് പറ, വലിയ പ്രശ്നം. അപ്പൊ ഉറക്കം എങ്ങനെ വേണം? 8 മണിക്കൂർ. നെക്സ്റ്റ് എങ്ങനെ ഉറങ്ങണം? എന്താ ഉറക്കം കൂടാം? ഒന്ന് തലച്ചോറിലെല്ലാം നല്ല വൃത്തി നടക്കും. അതിൽ ഒരുപാട് പറയാനുണ്ട്. ബോഡി റിപ്പയറിംഗ് ആണ്. രാത്രി എല്ലായ്പ്പോഴും ഒരു കാര്യം പറയാം, ഒരു 6-7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഒന്ന് കഴിക്കണം. കാരണം രാത്രി ശരീരത്തിന് ആവശ്യം പ്രോട്ടീൻ മാത്രമാണ്, കാർബോഹൈഡ്രേറ്റ് വേണ്ട. കാരണം ഇത് റിപ്പയറിംഗേ പണിയുള്ളൂ. നിങ്ങൾ കഴിച്ചാൽ അത് ജനം 9:45 ചോറുന്നത് ബിഗ് ബോസ് കഴിയണ്ടേ? എന്നാലും ഓള് ചോറ് തരും. അങ്ങനത്തെ ഓള് ഒഴിവാക്ക്. എത്ര പണികൾ കല്യാണിക്കാത്തതാണ്. ബിഗ് ബോസ് ഒരാൾ കേൾക്കും, തീരാനായി തോന്നും. എന്റെ വീട്ടിൽ 2 ആളുണ്ട്. അപ്പൊ ഈ ബിഗ് ബോസ് നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ സീരിയസ് ആണ്. നിങ്ങൾ ഇന്ന് മുതൽ രാത്രി ഭക്ഷണം ഒഴിവാക്കും, ചത്തു പോവില്ല. മജീദിക്കാൻ ഒരു 30 വരെ ജീവിക്കേണ്ട സാധനമില്ല. വിൽക്കും. അപ്പോ രാത്രി ക്ലെൻസിങ് നടക്കുന്നില്ല. 3 മെമ്മറി, ഓർമ്മ, ഒരു സുഖമില്ല, മൂടില്ല, പ്രതിരോധ പ്രശ്നം, ഇതെല്ലാം പലതും വരും. ഇതൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഗാമ വേവ്സ്, ആൽഫ വേവ്സ്, ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തെല്ലാം കൊണ്ടാണ് ദോഷം? ഉറക്കം കുറഞ്ഞാൽ ഒന്ന് പൊണ്ണത്തടി, പ്രമേഹം, ഹാർട്ട്, ഡിപ്രഷൻ, ഹൈ BP, ഓർമ്മിക്കുന്ന എല്ലാം തെറ്റായ കാര്യം മാത്രം പറയില്ല. ചിലവർ എന്ത് നെഗറ്റീവേ പറയും. എങ്ങനെയാണ് അടുത്ത പരിപാടി? വെറും പേടിലത്. ഇന്ന് എന്ത് വിളിച്ചുകൊണ്ടേരാണ്? ഒരു കാര്യം ഉണ്ടായില്ല. ഒന്ന് രേഖയുടെ കിട്ടിയിട്ടില്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞൂടെ? നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. പത്രം വായിക്കുന്ന പോലെ രാവിലെ നിങ്ങളെ കുറിച്ച് എനിക്ക് പറയുന്നില്ല. എല്ലാവരും പഠിക്കുന്നത് പത്രം വായിക്കാൻ ഞങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് അറിവ് വേണം, വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് രാവിലെ തന്നെ വേണം. അപ്പം പാർട്ടി പ്രവർത്തകർ വായിച്ചോ, അവർക്ക് ഒരു പെൻഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൂടെ അതിനെ കൊണ്ടെങ്കിൽ ഞാനും സംഭവം ഒന്നും വായിക്കില്ല. ആരോ പറഞ്ഞ് 3-6 വെള്ളം കഴിഞ്ഞാൽ എനിക്ക് ഒരു ബന്ധമില്ലേ. ഞാൻ 3-6 പോകുന്നില്ല. ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ രാവിലെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ കുറച്ച് മാറ്റി വെക്കുക. പിന്നെ ന്യൂറോ ജനറേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളാണ് ഞാൻ പറയുന്നത്. അടുത്ത സൂക്കേട് ഫാറ്റി ലിവർ, കരൾ വീക്കം, കരൾ മാറ്റി വെക്കുന്നില്ല. ഫാറ്റി ലിവർ അതുണ്ടാവുന്നതിന് ഒരു പ്രശ്നം ഈ ഓർക്കണം. ആഹാരം, ഈ നേരത്തെ പറഞ്ഞ ഈ ചോറുന്നൊന്നും പ്രശ്നമാണ്. ഇനി ഉന്മേഷം കുറച്ച് നല്ലതാണ്. 3ാമത്തെ എക്സസൈസ്. നേരത്തെ ചോദിച്ചില്ലേ, എക്സസൈസ് നടക്കുന്നവർ രാവിലെ എങ്ങനെ നടക്കും? ഞാൻ നടത്താൻ കാണിച്ചു തരാം. ഇങ്ങനെ
അങ്ങനത്തെ ഒന്നും നടക്കണ്ട. ചില മാന്യന്മാരുണ്ട് ഇങ്ങനെ നടന്നിട്ട് പോസ്റ്റർ മോഹൻലാലിന്റെ പുതിയ സിനിമ രാവണത്തുള്ളൂ. അതല്ല നടത്താം. അതിനെക്കാട്ടി നല്ലത് കിടത്താം. എന്തെന്ന് നടക്കുന്നുണ്ടെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് ഇങ്ങനെയാണ്. എത്ര സമയം നടക്കും? വളരെ കുറച്ച് സമയം നടക്കുന്നുള്ളൂ. ഇതൊന്നും ചെയ്യേണ്ട. വീട്ടിൽ നിന്നുള്ള ചില ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ഞാൻ സ്വന്തം ചെയ്യുന്നു. ഒന്ന്, നടത്തം ഓക്കെ, ബ്രിസ്ക് വാക്കിംഗ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മതി. ഈ കാര്യം ഈ സംഭവം ഇങ്ങനെ പൊന്തണം, ഇതിങ്ങനെ പൊന്തണമെന്ന് പറയാ. എന്നിട്ട് ഇതിനൊക്കെ പരിപാടി ഈ സാധനം ഇങ്ങനെ തുള്ളില് എത്ര ആൾ തുള്ളില്? കുറച്ചാൾ തുള്ളില്. അങ്ങനെ സ്ഥിരം തുള്ളുന്ന ഒരാളെ പേര് ഞാൻ പറയട്ടോ, മമ്മൂട്ടി. ഞാൻ അടുത്തിരുന്ന് പഠിച്ചിട്ട് പറഞ്ഞ വെറുതെ പറഞ്ഞത്. പിന്നെ ഏറ്റവും നല്ലത് ജമ്പിങ്. ഈ സാധനം ഇവിടെ മുട്ടണം. ഇന്ന് എനിക്ക് ആവില്ല, കാരണം ഇതെല്ലാം പറയാം. ഒരു 10 ജമ്പ് ഇന്നുള്ളിലെ അല്ല, ആരോഗ്യം നോക്കിയാൽ ഇതിനെ പറ്റില്ല. പറ്റുന്ന പറഞ്ഞുതരാം. എക്സസൈസ് ചിലവർക്ക് നമ്മൾ ബോട്ട് വന്ന് ഇട്ടത്തുള്ളിൽ പിറ്റേ തട്ടി അങ്ങനെ ഞാൻ പറയാം. ഇത് നടന്നാൽ മതി. ഇനി എന്താ ചെയ്ത് രാവിലെ വൈകി രാവിലെ നടക്കോ? എന്തേ ഈ മര്യാദ വീടിന്റെ അരുമത്തിലാരല്ലേ? കൊടുക്കണേ അവരെ റെസിഡൻസ് നമ്മൾ നടത്താനാണ്. ഞങ്ങൾ അത് വിട്. പണ്ട് വന്നല്ലേ 6 മാസം മുമ്പേ വന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞേ. അടുത്ത എന്താ പറഞ്ഞ ജനുവൻ ക്വസ്റ്റൻ. അച്ചാക്കണെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് എന്റെ ഓപ്പൺ ഉണ്ടാവും. ആൻജിയോ സ്റ്റാൻഡേർഡ് എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു? പിന്നെ അവിടെ ബാക്കിയില്ലേ? ഇത് ദയവ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഈ ഇരിക്കുന്ന ആളെ മുഴുവൻ ടെസ്റ്റ് ചെയ്ത ആളെ ബ്ലോക്ക് ഉണ്ടാവും. ഞാൻ എഴുതി. അതല്ല പ്രശ്നം. അത് കുറക്കാം. ഈ ഫുഡ് മാറ്റും. നിങ്ങൾ അവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് തെറ്റല്ല. അത് അങ്ങനെ വൃത്തിയാക്കി പോയാലും വൃത്തിയാക്കത്തേ ഉള്ളൂ. അവർ നടക്കുന്നതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ആസ്പിരിൻ കഴിക്കുന്നേക്കോ എന്നെ കാണാൻ നമുക്ക് ഓക്കെ. എക്സസൈസ് അതുകൊണ്ട് ഞാൻ ആൻജിയോപ്ലാസ്റ്റി തട്ടിക്കോന്ന് പറഞ്ഞാൽ അത് പറയാൻ ഒരുപാട് പ്രശ്നമുണ്ട്. എക്സസൈസ് ഇഷ്ടമാണ്. ഒന്ന് നടത്തം. ഇനി ഒന്നുമില്ലേ, കാല് പൊന്തിച്ചുകൊണ്ട് നടന്നു. ഇനി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ടാകുന്ന എൻഡോർഫിൻ. ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ കിട്ടുന്ന എൻഡോർഫിനും വെറുതെ ഇരിക്കുമ്പോൾ എൻഡോർഫിൻ കിട്ടൂല. പക്ഷെ ഒന്നിച്ചിരുന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ എൻഡോർഫിൻ കൂടും. അത് യോഗ പോലത്തെ സ്ഥലം ഒന്നിച്ചിരുന്ന് ചെയ്തില്ല. ചിലർക്ക് ഒരു കോമൺ ഫിറ്റ്നസ് ഇല്ല. ഇറ്റ്സ് ഗുഡ്. അല്ല ഇനി എക്സസൈസ് ഏതുമാവാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെൻഷൻ, സ്ട്രെസ് കൊടുക്കുക. അപ്പൊ എന്നോട് പലരും ചോദിക്കുന്നു, സാർ എനിക്ക് സ്ട്രെസ് ഉണ്ട്. ഞാൻ പേഴ്സണൽ മെന്ററിങ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് എന്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. കാരണം എനിക്ക് ഏറ്റവും അബോർഡിലെ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉണ്ടാകും. കോർട്ടിസോൾ. അപ്പൊ സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കുറക്കാൻ കഴിയുണ്ട്. അത് മനസ്സിലാക്കണം. അതിനെ കോമൺ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. തുടർ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുന്നവരോടോ ഒക്കെ നിങ്ങൾ ഒരു കൂട്ടായ്മയിൽ വരികയാണെങ്കിൽ സ്ട്രെസ്സിന് വേണ്ടി കുറക്കുന്ന വിധത്തിൽ ഓൺലൈനിൽ വീട്ടിൽ പോയിരുന്നാലും ഫ്രീ ആയിട്ട് ഞാൻ വെബിനാറുകൾ ചെയ്യുന്നുണ്ട്. 9:15 മുതൽ എല്ലാ വ്യാഴാഴ്ചയും 10:15 വരെ വൈകുന്നേരം രാത്രി വ്യാഴാഴ്ച. അതിലെ ലിങ്കൊക്കെ നിങ്ങൾ പറഞ്ഞവരോടൊക്കെ ചോദിച്ചാൽ തരും. അത് ഞാൻ അയച്ചുകൊണ്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പറിൽ അയച്ചു തരാം. അത് എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കുന്ന പുസ്തകത്തെ കുറിച്ച് പറയും. പ്രശ്നങ്ങളെല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിനെ കാണുന്ന കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. സ്ട്രെസ് കുറക്കാൻ നമുക്ക് സാധിക്കും. കുറച്ചില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ സ്ട്രെസ്സായി കൂടുതൽ അസുഖം വന്നാലും കൂടുതൽ പ്രശ്നമാണല്ലോ. ആണ്. അപ്പൊ സ്ട്രെസ് കുറച്ചു. അസുഖം കുറഞ്ഞാൽ നല്ലതല്ലേ? അതിന്റെ അനാവശ്യമായിട്ട് സ്ട്രെസ് കൂട്ടുന്നതുകൊണ്ടാണ് പത്രം വായിക്കരുത് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസമാധാനത്തിൽ രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോഴായിരിക്കും പത്രം വെട്ടിക്കൊന്നു. ഇതൊന്നും നിങ്ങളുടെ തലച്ചോറിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും കാലം പഠിക്കുന്നത്. ക്ലാസ് അല്ല ഞാൻ എടുത്തത്. എനിക്ക് സമയമില്ല. ന്യൂറോ സയൻസിലാണെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഇൻഫർമേഷൻ അറിവാണ്. എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കുറെ നല്ല കാര്യങ്ങൾ പറയുന്ന പഴയ തലമുറയ്ക്ക് വ്യത്യസ്തമായി ഒറ്റക്കിരുന്ന് ഫേസ്ബുക്കിലും ഒക്കെ അത് ക്ലാസ് എടുത്ത് പോയതുകൊണ്ട് എന്ത് കാര്യം?
ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിരുന്ന് പോയി നല്ല ഗുണമുണ്ടോ കേട്ടു കുറച്ച് നിൽക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർ ഇതുമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വന്നത്. അതായത് നിങ്ങൾ കുറച്ച് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ബിസിനസ് ഒന്നും അല്ല പറയാൻ പോകുന്നത്. നല്ല ഇത്തരം പ്രോഗ്രാംസുകൾ അറിയിക്കുക, ഒന്നിച്ചിരിക്കുക, ഒന്നിച്ച് യാത്ര ചെയ്യുക. ഇതൊക്കെ എന്റെ ഭാഗം പ്രസിഡന്റ്സ് അസോസിയേഷനിലെ അതൊരു സന്തോഷമല്ലേ എല്ലാവരും കൂടി ഇരുന്നിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്നെ വിളിച്ചാൽ ഞാൻ വരാം. 5 ബന്ധങ്ങൾ കൂട്ടുക. അത് സംഭവം ഇന്ന് ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. പറയണം യശോനോ കൂട്ടണ്ടേ? പള്ളി അതൊരു ബന്ധമുള്ള സ്ഥലമാണ്. അതൊരു മതപരമായ കാര്യങ്ങൾ പള്ളി അത് മാത്രം പോരല്ലോ, സംഘടനകൾ. പക്ഷെ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്റ്റഡി എന്താ ആവശ്യത്തിനുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവം മനസ്സിലായി. മജീദിക്ക് തന്നെ കിട്ടുമെങ്കിൽ മാത്രം. പ്രിയപ്പെട്ടവരെ, അത് തെറ്റാണ്. എല്ലാ മതങ്ങളും എന്താ പഠിപ്പിക്കുന്നത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നീ ഭക്ഷണം കഴിക്കുന്നതിന്റെ അപ്പുറത്തുള്ളവരെല്ലാം നോക്കുക, അത്താഴ പട്ടിക്കാരുണ്ടോ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മുടെ നാട്ടുകാര് പറഞ്ഞിട്ടോ. ഇപ്പൊ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ ലോകത്തൊക്കെയാണ്. വളരെ സങ്കടകരമായ കാര്യം, അതിസമ്പന്നന്മാരെല്ലാം തിരിച്ചു വന്നു, സാധാരണക്കാരൻ ആർത്തി കൊണ്ട് അങ്ങോട്ട് പോകുന്നു. ശരിയല്ലേ? പണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞ പക്ഷെ കുറച്ച് കൊടുക്കാനുള്ള അവസ്ഥ കൂടെ നമുക്ക് ഉണ്ടാവണം. രസോർണം ഒന്നുമില്ല. ഈ ട്രസ്റ്റ് എല്ലാ മാസവും ഒരു 10,000 രൂപയെങ്കിലും അന്നദാനത്തിന് കൊടുക്കുന്നുണ്ട്. ഒരു 150 രൂപ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. സൗകര്യം നിങ്ങൾക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അന്നദാനം ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായി ഇപ്പൊ ഹോപ്പിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത്രയില്ല. നിങ്ങളുടെ നാട്ടിലൂടെ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ നാട്ടിൽ കൊടുക്കാൻ അത് കൊടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് ദക്കാത്തില്ലേ? ജക്കാത്ത് ദാനം. പണ്ടത്തെ എന്തിനാ പറഞ്ഞത്? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ തലച്ചോറിലെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഹോർമോൺ ഉണ്ടാവും. അതുകൊണ്ട് അറബികൾ ഒന്നിച്ചിരുന്നേ ഭക്ഷണം കഴിക്കും അല്ലെ? ഞാൻ കണ്ടിട്ട് എന്ന് കണ്ടില്ലേ? അവർ ഇരുന്നിട്ടല്ലേ കഴിക്കുക. അതൊന്ന്. 2, ഈ കൊടുക്കുമ്പോൾ അവരെ ആരെങ്കിലും ജാതി മതം നോക്കുക, അവരെ വ്യവസ്ഥ നോക്കുക, ഓഫീസർ അങ്ങനെല്ലാം നോക്കുക. അതുകൊണ്ട് ഒരു പാത്രത്തെ കഴിക്കുന്നില്ലേ? ഒറ്റപ്പാത്രം. എന്തുകൊണ്ട്? അത്രയും അടുപ്പില്ലാത്തവർ ഒറ്റപ്പാത്രം കഴിക്കാൻ പറ്റുമോ? അതെല്ലാം ഒരു പോസിറ്റീവായ കാര്യങ്ങളാണ്. പണ്ട് നമ്മളും അങ്ങനെ ആയിരുന്നു. അപ്പോൾ റിലേഷൻ കൂട്ടുക, പിന്നെ നമ്മളെ ജീവിതത്തിന് നിലവാരം കൂട്ടുക. ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ എല്ലാ മതത്തിലും വ്രതമുണ്ട്. ഇപ്പോ ഇസ്ലാം മതത്തിൽ റംസാൻ 1 മാസം, ഹിന്ദു മതത്തിലാണ് ഏകാദശി, പിന്നെ ശനിയാഴ്ച വ്രതം, തിങ്കളാഴ്ച വ്രതം, വ്യാഴാഴ്ച ഷഷ്ടി, അങ്ങനെയൊക്കെ ഉണ്ടാവും. ക്രിസ്തു മതത്തിൽ ഇത്ര നോമ്പുണ്ടേ? ക്രിസ്തു മത വിശ്വാസമില്ല. 50 നോമ്പോ. എന്താണ് നോമ്പ്? ഇതിന്റെ സയൻസ് ആണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. പറഞ്ഞുതരാം, വലിയ ടെൻഷൻ ഒന്നും വേണ്ട. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ശാസ്ത്രീയമായ വ്രതം, ഞാൻ മതമായാലും വ്രതമായിട്ടല്ല പറയുന്നത്. ഇന്ന് രാത്രി ഒരു 8 മണിക്ക് മജീദിക്ക ഭക്ഷണം നിർത്താം. നീ വെച്ചോ, രാത്രി എന്തോ വൈകുന്ന വെച്ച് നിർത്താം. വെള്ളം കുടിക്കാം, ബ്ലാക്ക് കോഫി കുടിക്കാം. ബ്ലാക്ക് കോഫി എന്ന് പറഞ്ഞില്ല, കട്ടൻ കാപ്പിയിൽ ഷുഗർ ഇടാൻ പാടില്ല. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്നും കഴിക്കും. ഗുളിക കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ബാധകമാണ്. ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ടാബ്ലറ്റ്സ് ഉണ്ടാവും. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാം. സാധാരണക്കാരെ ഞാൻ പറഞ്ഞു. ഒരു ഉച്ചക്ക് 12 മണി, 16 മണിക്കൂറാണ് സമയത്ത് നാടൻ നെയ്യ് കിട്ടുന്നത്. നാടൻ പശുവിന് നെയ്യ് ഈ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ എനിക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ല. എത്ര വീട്ടില് നാടൻ നെയ്യുണ്ട്? വീട്ടില് വാങ്ങുന്നത് അപ്പൊ ഏറ്റുഖി നെയ്യ് തന്നെ വാങ്ങിക്കണം. ഏറ്റുഖി ഏവൻഖി കഴിയും. ഏറ്റുഖി നെയ്യ് നാടൻ നെയ്യ്. കാസർഗോഡ് ഉള്ളതിന്റെ ഏറ്റവും നല്ലത്. ഇതിന് ഒരു സ്പൂൺ കഴിക്കാം. ഒരു സ്പൂൺ കഴിക്കാം. എന്തിനേക്കും? നിങ്ങൾ നേരെ ചോറ് കഴിച്ചാൽ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ഷൂട്ടപ്പോ എന്താ സംഭവിക്കുന്നത്? പെറ്റേനെ പോലെ അദ്ദേഹത്തിനെ പോലെ രാവിലെ തന്നെ വിശപ്പ് വരുമല്ലോ. പറ, വിശപ്പ് വരില്ലേ? വരും. അപ്പൊ നിങ്ങൾ പോയി തിന്നാടുക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ചങ്ങായിക്ക് അറിയാം, ഇവിടെ കുറെ വട്ടിയിലെല്ലാം ഒളിപ്പിച്ച് വെച്ച സാധനമല്ലേ ഫാറ്റ്, ഇതങ്ങോട്ട് വലിക്കും. എന്നാൽ ചളി വൃത്തിയാക്കും. ഇത് ആര് വൃത്തിയാക്കും? സെർട്ടൻ ഔട്ട് ഓഫ് ഏജ് എന്ന് പറയും ഇത് ബയോളജിയിൽ. ഇതിനെ കംപ്ലീറ്റ് വലിച്ചെടുക്കും. ഇത് വലിച്ചെടുത്തിട്ട് നമ്മുടെ വൃത്തിയാക്കും. നല്ലല്ലേ? 2 ആഴ്ച പൊരിക്കാം. ചിലപ്പോൾ ചെറിയ അത്രയും നോമ്പൊക്കെ വരും.
നോമ്പ് അത് വളരെ അപകടമാണ് ഫ്രക്ടോസ്. അതുകൊണ്ട് കാരക വരും, അത് ഭയങ്കര ഫ്രക്ടോസാണ്. പകരം നിങ്ങൾ മതം ചോദിക്കുമെന്ന് എനിക്കറിയില്ല. വ്രതം അതേപോലെ മുറിക്കുന്നതിന് മുമ്പേ എല്ലാം ചെയ്യുന്നതിന് മുമ്പേ ഒരു ലേശം നെയ്യ് കഴിക്കാൻ പറ്റുമോ എങ്കിൽ ബെസ്റ്റ്. അതിന് എന്തെങ്കിലും സംശയം എന്നോട് പേഴ്സണലായി ചോദിച്ചാൽ പറയാം. മതമായിട്ട് ബന്ധപ്പെട്ട എനിക്കറിയില്ല. ഡയറക്റ്റ് പറയാം. അത് എന്തിനാ നന്നായി കഴിക്കുന്നത്? നല്ല ചോദ്യം. ഈ നമ്മളിപ്പോ ഒന്നും കഴിക്കാതിരിക്കല്ലേ 12 മണിക്കൂർ വ്രതം അല്ലെ, ഒന്നും കഴിക്കില്ല, വെള്ളം കുടിക്കുന്നില്ല, അതാണ് ഏറ്റവും കാര്യം. മറ്റു മതങ്ങൾ അതുണ്ട്. ഇതൊന്നും കുടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം പ്രശ്നത്തിലാവൂലേ? അതിന് ഗ്ലൂക്കോസ് വേണ്ടേ? ശരീരത്തിന് ഊർജ്ജം വേണം, വേണ്ടോ? വേണം. ഊർജ്ജം എങ്ങനെ കിട്ടും? ഒന്ന് ഗ്ലൂക്കോസ് കിട്ടിയാൽ വേഗം കിട്ടും. പക്ഷെ ഇത് ഈ ഒളിച്ചു വെച്ച ഫാറ്റിന് കൺവേർട്ട് ചെയ്യണം. ഫാറ്റിന് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ലേശം ഫാറ്റ് കൊടുത്തിട്ട് തുടങ്ങാൻ വേണ്ടി. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യമല്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് 3-4 ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ പണ്ട് പറഞ്ഞാൽ പല്ല് തേച്ച് വലിയണ്ടാട്ടാ പല്ല് തേക്കാൻ വേണ്ടി കുടിക്കണം. കാരണം ഈ ബാക്ടീരിയ വയറ്റത്ര അത്യാവശ്യമാണ്. വയറ്റൊരു ബാക്ടീരിയ ഉണ്ട്, ഗഡ് ബാക്ടീരിയ, ഏറ്റവും നല്ലതാണ്. അപ്പൊ നേരെ ഈ നെയ്യ് കഴിക്കും, ഒരു സ്പൂൺ. എന്നിട്ടേ ഞാൻ എന്ത് ചെയ്യും? എന്റെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് ചേഞ്ച് ആവാൻ. അതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ്. ഏകദേശം മനസ്സിലായാലേ പറഞ്ഞത്? കുറേശ്ശെ അധികമായിട്ടൊന്നും ഇല്ല. ഇത് നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ പറയുന്ന ഭക്ഷണത്തിൽ കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. പക്ഷെ ശ്രദ്ധിക്കണം, രാത്രി ഫ്രൂട്ട്സ് കഴിക്കരുത്. അതിനുള്ള കാരണം അതിന് കണ്ടത് ചോറിലാണ്. കാരണം ചോറിൽ ഗ്ലൂക്കോസ് ഇല്ലു, ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ഉണ്ട്. ഗ്ലൂക്കോസിന്റെ 5 മടങ്ങ് പ്രശ്നമുള്ള സാധനമാണ് ഫ്രക്ടോസ്. അതുകൊണ്ട് 6 മണിക്ക് ശേഷം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാതെ കഴിയുമെങ്കിൽ ഒരു മുട്ട തന്നോ, ഇറച്ചി കഴിച്ചോ, മുളപ്പിച്ച പയർ കഴിച്ചോ, ഒന്ന് ഒരാഴ്ച ചെയ്ത് നോക്ക്. ആന്റി ഓക്സിഡൻസ് ആയുർവേദത്തിനായാലും പറയേണ്ടത് നിങ്ങൾക്കറിയാം. പറ്റുമെങ്കിൽ വർഷത്തിലൊരിക്കൽ അഭ്യന്നം തടവരുന്നൊരു പരിപാടി നമ്മുടെ നാട്ടിലെ കൾച്ചർ ഉണ്ടായിരുന്നു, പോയി അത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ എണ്ണ തേച്ച് കൂടി. എന്റെ അമ്മയ്ക്ക് 50 വയസ്സ് വരെ കുറിച്ച് എനിക്ക് തോന്നുന്നു. എണ്ണ തേച്ച് കൂടി വളരെ നല്ലതാണ്. ആഹാരത്തിൽ നോക്കുമ്പോൾ വിറ്റാമിനുകൾ കഴിക്കണം. പേര് ലിസ്റ്റ് പറയാൻ സമയമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ്. ഇതിൽ വിറ്റാമിൻ സി ഞാൻ പറയുന്നത്, എത്ര പേര് നാരങ്ങ ജ്യൂസ് കുടിക്കലുണ്ട്? നല്ല അതിന് എടുക്കുന്നില്ല. അതിന്റെ തോല് തിന്ന് എത്ര പേരുണ്ട്? നിങ്ങൾ തോല് കൊണ്ടില്ല, തോല് മിക്സ് ചെയ്യില്ല. ദയവേത് അതൊക്കെ ചെയ്യും. ചില കണ്ണൂർ കോക്കയിൽ കിട്ടും. അതായത് നാരങ്ങയുടെ തോലിലാണ് വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ. നിങ്ങൾ ഗൾഫിലുള്ളവർക്ക് ലെമൺ പീൽ എക്സ്ട്രാക്ട് എന്നുള്ള സാധനം കിട്ടും. ഇത് പൊടിച്ചിട്ട് ഇത് ഉണക്കിയിട്ട് ഇതില്ലേ ഈ തോല് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഭയങ്കര സാധനം. മുന്തിരിങ്ങ തിന്നുന്നവർക്ക് അതിന്റെ കുഴി ചാടാൻ പാടില്ല, അത് തിന്നണം. ഏറ്റവും വലിയ ക്യാൻസർ ഇല്ലാതാക്കുന്ന സാധനങ്ങളാണ് ഇത്. ലാസ്റ്റ് വായിക്കുന്ന ഒരു പുസ്തകം കൊണ്ടിട്ട് നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നത്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വെയില് കൊള്ളുന്ന ഏറ്റവും നല്ലതാണ്. ഇപ്പൊ D3 വളരെ കുറവാണ്. ഈ സ്ത്രീകൾക്കൊക്കെ ഒരു പീരീഡ്സ് കഴിഞ്ഞ് നിന്നിക്കുന്ന ഒരു സമയമുണ്ട്, 50 വയസ്സിന് മേലെ. അതിനുശേഷം എല്ല് പൊട്ടിപ്പോകും, ഓസ്റ്റിയോപൊറോസിസ്. അതിന് ഏറ്റവും നല്ലത് വെയില് കൊള്ളുക. ശ്രദ്ധിക്കേണ്ടത് 12 മണി മുതൽ 2 മണി വെയിലിൽ കൊള്ളരുത്, അല്ലാത്ത സമയത്ത് കൊള്ളാം. വൈറ്റമിൻ ഡി. പിന്നെ കയ്പൊക്കെ നല്ലോണം കഴിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം നട്ട്സ് ഇതെല്ലാം നമുക്ക് കഴിക്കാൻ നോക്കുക. ശ്രദ്ധിക്കേണ്ട ചിലവരെക്കാണ് രാവിലെ ഒരു 15 ബദാമിന് തിന്നും. അത് തിന്നലേ ഒരു 3, 4, 5 മേലെ കൊടുത്ത് തിന്നരുത്. ചിലവര് മത്സരിച്ച് തിന്നേണ്ടത്. ഇതെല്ലാം പ്രോട്ടീൻ എക്സസൈസിന് പ്രശ്നം. വളരെ ശ്രദ്ധിക്കണമല്ലോ. ഇതൊന്നും ഇതുവരെ കേട്ടില്ല. കോ എൻസൈം ക്യൂട്ടൻ എന്ന് കേട്ടിട്ടാണ്. കുട്ടനെ കേട്ടിട്ടുണ്ട്. കോ എൻസൈം ക്യൂട്ടൻ. ഇത് ഈ മോളുടെ ശരീരത്തിൽ എന്താ പുള്ളിൽ ഭയങ്കര ഉഷാറ്. അവരുടെ ശരീരത്തിൽ കോ എൻസൈം ക്യൂട്ടൻ വളരെ ശക്തമാണ്. 25 വയസ്സ് വരെ അത് സ്വയം ബോഡിയിൽ ഉണ്ടാക്കും, പിന്നെ ഇല്ല. ഇത് പുറമേന്ന് കഴിക്കണം. അതന്നെ വാങ്ങാൻ കിട്ടും ചില കമ്പനികളുടെ. അത് ഉള്ളതില് പലതുണ്ട്. അതിനൊന്ന് ചക്ക അതിൽ കോ എൻസൈം ക്യൂട്ടൻ കുറച്ചുണ്ടെന്ന് കമ്പനിയുണ്ട്. പല ഗവേഷണങ്ങളും നടക്കുന്നു. അതിലൊന്ന് ഇറച്ചിയിലുണ്ട്, മത്സ്യത്തിലുണ്ട്, നട്ട്സിൽ. അതായത് അത് കഴിക്കുമ്പോൾ ഈ കോയിൻസിൻ കൂടെ ഹാർട്ട് ഹെൽത്തിന് അത്യാവശ്യം. ഇത് കുറേ നാളെ ഹാർട്ട് അറ്റാക്ക് വരാൻ തോന്നുന്നത്. ഇതുകൂടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം ഉണ്ടാവും.
ഒന്നാമത്തെ കാര്യം, നമ്മൾ കഴിക്കേണ്ട സാധനങ്ങൾ ഇത്ര എണ്ണയുള്ളൂ. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, അന്നജം എത്ര, 350 ഗ്രാം, ഫാറ്റ് 20 ഗ്രാം, വെള്ളം നിങ്ങളുടെ കിലോന് കണക്കായിട്ടാണ് 25 മുതൽ 23-25 കിലോ വരെ 1 ലിറ്റർ, 50 ആണെങ്കിൽ 2 ലിറ്റർ. നമ്മൾ വെള്ളം കുടിക്കുന്നത് അറ്റത്തിനെ കുടിക്കലല്ല, ഇടയ്ക്കിടക്കേ കുടിച്ചു കൊടുക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്, സിപ്പിംഗ് ഓഫ് വാട്ടർ. അപ്പുറം പ്രോട്ടീൻസ്, എത്ര പ്രോട്ടീൻ കഴിക്കണം? നിങ്ങളുടെ ബോഡി വെയിറ്റിന് കണക്കായ ഗ്രാം. ഉദാഹരണം എത്ര കിലോ ഉണ്ട്? 85 ഗ്രാം പ്രോട്ടീൻ വേണം, അത്രയും കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ ബോഡി വെയിറ്റ് കണക്കായ പ്രോട്ടീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് അവളോട് പറഞ്ഞുതരാം. കാരണം ഡയറ്റീഷ്യൻസ് അത് പറഞ്ഞുതരില്ല. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, എന്നെ ബന്ധപ്പെടാനൊന്നും പൈസ വേണ്ട കേട്ടോ. അങ്ങനെ ചിന്തിച്ചല്ലേ ഇയാൾക്ക് വിളിക്കാൻ ഒന്നും വേണ്ട, നമ്മൾ നിങ്ങളെ നന്നാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെ, ആദ്യമേ പറയാം, നിങ്ങൾക്ക് എന്തോ സംശയം തോന്നി, എന്തോ പരിപാടി വെച്ചാൽ അങ്ങനെ അല്ല പ്ലീസ്. കാരണം എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ പറഞ്ഞത് ഒരാൾ വ്യത്യാസമുണ്ട്. വൈറ്റമിൻസ് എത്ര വേണമെന്നെല്ലാം ഒരാൾക്ക് വ്യത്യാസമാണ് എനിക്ക് കണക്കുണ്ട്. ഇതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, ഇറ്റ്സ് എ ബിഗ് വൺ. ഇനി ഞങ്ങൾക്ക് കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകും. ഇപ്പൊ സൂക്കേട് വന്നിട്ടാണ് എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്നത്, ആണല്ലോ. സൂക്കേട് വരുന്നത് നേരത്തെ അറിഞ്ഞാലോ? അതായത് രമേശനെന്ന് ഞാൻ നേരത്തെ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, രമേശ നിനക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, നിനക്ക് ഡയബറ്റിക് വരാൻ സാധ്യതയുണ്ട്, നിനക്ക് മുട്ടുവേദന വരുന്നത് നേരത്തെ അറിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? 2 കുഴപ്പമുണ്ട്, ആ ടെസ്റ്റ് നമ്മൾ ചെയ്യില്ല. എന്നത് അറിഞ്ഞാലേ കുഴപ്പമല്ലോ. എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്താണ് പ്രശ്നമായത്, ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നമുണ്ട് ഇയാൾക്ക് ചെയ്യില്ല. പറഞ്ഞില്ല ഒരാളെ വിശ്വാസം. യഥാർത്ഥ അതിനോട് ഗുണം തരും. അതായത് എക്സസൈസ് ചെയ്യുമ്പോൾ മരിക്കുന്നത്. നിങ്ങളുടെ ബോഡി ബിൽഡർ പറഞ്ഞ് മരിക്കുന്നില്ലേ, അവർക്ക് ആ എക്സസൈസ് പറ്റില്ല. ചിലർക്ക് വൈറ്റമിൻ സി അധികം കഴിച്ചൂടാ, ചില വൈറ്റമിൻ B12 കിട്ടൂല. കോമൺ ആയിട്ടേ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. റെഡിയല്ലേ? ശരിയല്ലേ? ഇപ്പൊ നമ്മൾ നിന്ന് പാരാസെറ്റമോൾ എന്ന് പറയുന്ന ഒരു ഗുളികയില്ലേ, അത് ചിലവർക്ക് അത്തന്നെ പോകും, ചിലവർക്ക് പറ്റൂല. അങ്ങനത്തെ ടെസ്റ്റ് അതിന്റെ പേരാണ് എപ്പിജെനറ്റിക്സ്. അങ്ങനത്തെ ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യണമല്ല, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ചിലതിന് 10,000-20,000 ടെസ്റ്റ് കുറെ കമ്പനി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു തരുന്നതിന്റെ പ്രശ്നം. ആ ലെവല് വരെ നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഇനി ഈ ഒരു കഷ്ടം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് ഇത്തിരി മടങ്ങിയൊക്കെ സംശയമായിരിക്കാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം, കുറച്ച് നിർത്തണം. ഒന്ന്, 80% ഞാൻ ഈ പറയുന്ന ആഹാരത്തെ കുറിച്ചാണ്. സ്വർണം എന്തെങ്കിലും കഴിക്കണം, ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കണം, അതൊരു പ്രധാനപ്പെട്ട കാര്യം. 20% പോകുന്ന എക്സസൈസിലാണ്. അതായത് ഞാൻ അത് പറഞ്ഞതിൽ എക്സസൈസ് എങ്ങനെ ചെയ്യണമെന്നില്ല. ഇനി മൂന്നാമത്തത്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവണം, അതിന് വെള്ളം കുടിച്ചു കൊടുക്കണം. ഇത് വേണം, നമ്മൾ ദാഹിക്കുമ്പോൾ അല്ല വെള്ളം കുടിക്കേണ്ടത്, ഇടക്കിടക്കെ വെള്ളം കുടിച്ചു. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ ഓക്സിജൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഓക്സിജൻ മീറ്റർ അല്ലേ, അതൊരു ലെവൽ എപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, വെള്ളം വീട്ടിൽ തന്നെ ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൈൻഡ് സെറ്റ്. ദുഷ്ടത, പോര്, അസൂയ, പരദൂഷണം, ഇതിനെ കുറിച്ച് ആലോചിക്കുക. കുശുമ്പ്, ആവേശം. 25 കോടി ലോട്ടറി ടിക്കറ്റ് എടുത്തവരുടെ കൈവരിച്ച ഞാൻ എടുത്തിട്ടില്ല. ഇപ്പൊ ലോട്ടറി അപ്പോൾ ഏതൊക്കെ ലോട്ടറി ടിക്കറ്റ് ഇവർ അടുത്തവർ കൈവരിച്ച നാട്ടുകാർ നമ്മുടെ പ്രശ്നം. കേരളം നിങ്ങൾ എടുക്കണം, എന്നാലും ശമ്പളം കൊടുക്കും പ്ലീസ്. എല്ലാവരും ലോട്ടറിയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എക്സ്ട്രാ നമുക്ക് ജോലിയാണ്, ഗവൺമെന്റ് അനുവദിച്ച് ഒറ്റപ്പടി ലോട്ടറി എടുക്കണം. ക്ലാസ് എടുത്തൊക്കെ പോയി ജോലി, പക്ഷെ ലോട്ടറി എടുക്കാൻ പ്രശ്നം അങ്ങനെ. ഓക്കെ, 25 കോടി കിട്ടിയത് നിങ്ങളുടെ അയൽവാസിക്കാണ് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വേറെ പ്രശ്നമില്ല. എന്റെ ഭാര്യക്ക് എന്ത് സന്തോഷം അറിയാം, അത് എഴുവാണ് കിട്ടി. ശരിയല്ലേ? എന്താ ശരിയല്ലേ? അതൊന്നും ശരിയല്ല. അതൊന്നും മൈൻഡ് സെറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത്തരം ക്ലാസ്സിന്റെ ഒരു കാര്യം വെച്ചാൽ ഒന്നുമില്ല, കുറെ കാര്യം ഇത് പരീക്ഷ പാസ്സാവാൻ ഇത് കഴിയുമ്പോൾ സമയത്തിൽ ഒരു വീട്ടിൽ പുറകെ പോയ പോലെ എന്തെല്ലോ പറഞ്ഞതാണ്. ഓർമ്മ ഏതേടമാണ് അത്രേ. പിന്നെ മജീദ് കയറി ജമ്മമാത്തിരിങ്ങ് മറക്കുവാണ്. എന്താ പറഞ്ഞത്? ഞാൻ 10 കൂടെ മജീദ് കയറി. ഈ മജീദ് കയറി ജമ്മാത്ത് എന്നെ മറക്കുവാ.
വിജു ആൻഡ് ടീം, താങ്ക് യു ഫോർ ദീപേഷ്. ദീപേഷ് ഒക്കെ ചെയ്തൊരു നല്ല കാര്യം, നല്ല പേരാ. ഒരു ടൗണിൽ വന്നാൽ ഇയാളെ വീട്ടിൽ പോലൊക്കെ ധൈര്യത്തിൽ വരും. നിങ്ങൾ ഏടെ വീട്ടിൽ വന്നാലും നായി നയിച്ചു വിടുന്നില്ല. ഒരു രാമന്റെ മേശം, പീരമേശം തന്നെ പേര്, രാമന്റെ മേശം എന്ന് വൃക്ഷ. ഞാൻ പറയുന്നത് മൈൻഡ് സെറ്റാണ് ഇവിടെ. അപ്പൊ ഈ പറയുന്ന ബാലൻസിങ് നമ്മൾ ശരിയാക്കി എടുക്കണം. ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അസോസിയേറ്റ്സ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ ഒറ്റക്കല്ല നമ്മൾ ഉദ്ദേശിക്കും. ലക്ഷ്യത്തിലേ ഉള്ളൂ. ഏതും നിങ്ങൾക്ക് ജീവിതത്തിൽ അഡോപ്ഷൻ. ഇന്നലെ ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് ഇതൊരു സാമ്പിൾ പ്രോഗ്രാമാണ്, ഒരു ക്ലാസ് കൊണ്ടല്ല. എന്റെ ലക്ഷ്യം കേരളത്തിലെ ഇന്നലെ ഇന്ത്യയിൽ നല്ല പോലെ, ഞാൻ ഓൺലൈനിൽ ഒരുപാട് കൺസൾട്ടേഷൻ്റെ ആളാണ്. പലർക്കും ഈ പ്രശ്നം വേണ്ട. ഈ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ താക്കോലാണ്. ഇതൊരു ചികിത്സയുടെ ക്ലാസ് അല്ല. ഞാൻ പറഞ്ഞത് പൊതുവായ വിവിധ തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങളുടെ കയ്യിൽ ഒരു വൈറ്റമിൻ ഉണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ സിദ്ധ മെഡിസിൻസ് ഉണ്ട്, ഞങ്ങളുടെ ഹോമിയോ ഉണ്ട്, അല്ലെങ്കിൽ എന്നും പറയാം. അതൊക്കെ തട്ടിപ്പല്ല. ഒന്ന്, മെഡിക്കൽ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി എന്നും പറയരുത്. എന്റെ കയ്യിലൊരു പുസ്തകം കൂടെ കാണിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ഇത് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പേ റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ, ഓസ്ട്രേലിയയിലെ 50ഓളം വിവിധ തരത്തിൽ പഠിക്കുന്നവർ, ഡോക്ടേഴ്സ്, ഒരു ഡോക്ടറല്ല, അവരെ ഗവേഷണ ഫലങ്ങളുള്ള ഒരു പുസ്തകമാണ്. ഇതിലൊക്കെ ചില കാര്യം ഞാൻ വായിച്ചത്. ഒന്ന്, നമ്മുടെ മഞ്ഞളൊന്നും ഇല്ല കേട്ടോ, അവർക്ക് അതിന് അറിയില്ല. ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് അല്ല, ഹാർട്ട് ഫെയിലിയർ. പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് ഹാർട്ട് അറ്റാക്ക്. അങ്ങനെ നമ്മൾ പറയില്ലേ, ശരിക്കും അതിന്റെ പേര് കോൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്നാണ്. അതിന് ഇവർ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ കണ്ടെത്തിയതല്ല, ഈ പേജ് ഞാൻ വായിക്കാറുണ്ട്. വൈറ്റമിൻ സി കഴിക്കണം. ഇതിന്റെ റെക്കമെൻഡേഷൻസ് ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കപ്പക്ക, നെല്ലിക്ക തുടങ്ങി വായിക്കണം. ഹാർട്ട് ഫെയിലിയർ ആണ് ഞാൻ പറഞ്ഞ വിഷയം. വൈറ്റമിൻ ഇ, കോയിൻസിൻ ക്യൂട്ടൻ. പിന്നെ നമുക്കൊന്നും തിരിയാത്ത കുറേ സാധനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് മഗ്നീഷ്യമാണ്. നാരങ്ങയുടെ തോലിൽ മഗ്നീഷ്യം, വെണ്ടക്കയിൽ മഗ്നീഷ്യം. മഗ്നീഷ്യം ഓൾറെഡി ഇപ്പോൾ ടാബ്ലറ്റ്സ് അവൈലബിൾ. ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ രണ്ട് തരത്തിലുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ തന്നെ നമുക്ക് വൈറ്റമിൻസ് ഇതില്ല, B12 അല്ലെങ്കിൽ വൈറ്റമിൻ സി കഴിക്കാനൊക്കെ ഡോക്ടർമാർ പറയാൻ തുടങ്ങി. ഡയബറ്റീസ് ഉള്ളവർ വൈറ്റമിൻ B12, അതായത് തവിട് അല്ലെങ്കിൽ അതിന് വൈറ്റമിൻ B12 കഴിക്കണം. അപ്പൊ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇത്രയും സംസാരിച്ച ഡയബറ്റീസ്, പേര് ഡയബറ്റീസ്. അതിന് ഇതിൽ പറയുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സ്, തവിടുള്ള അരി എന്ന് പറഞ്ഞ രാത്രി ചപ്പാത്തി തിന്നതിന് പകരം ഈ പറയുന്ന ജൈവ രീതിയിലുള്ള അരി ഒരല്പം ചോറ് പോലാക്കി കഴിച്ചാൽ നല്ലത്. കഞ്ഞി കുടിക്കണ്ട. ഇതാരെങ്കിലും ഇതുവരെ പറഞ്ഞതുണ്ടോ? പക്ഷെ നിങ്ങളുടെ ഡയബറ്റിക് ലെവൽ എനിക്ക് അറിയണം, നിങ്ങളുടെ HbA1c അറിയണം. എല്ലാം എഴുതിട്ട് മാത്രമേ ഞാനിത് പറയൂ. പിന്നെ വേറൊന്ന്, വൈറ്റമിൻ സി കഴിക്കണം. ബെറീസ്, ഇതിൽ ബിഗ്ബെറിയാ പറയുന്നത്. പലതരം ബെറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൂബെറി എന്നെല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ബ്ലൂബെറി തന്നെ അതിന് എക്സ്ട്രാക്ഷൻ അവൈലബിൾ ആണ്. ഇനി ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെല്ലാം ബുദ്ധിമുട്ടാക്കുന്ന ഒരു സംഭവമാണ് മൂത്രത്തിൽ പഴുപ്പ്. അതിനെ പറ്റിയൊരു സാധനമുണ്ട്, ക്രാൻബെറി എന്നാണ് അതിന്. അതായത് അതിന് വലിയ വിലയുണ്ട്. ക്രാൻബെറി ജ്യൂസിനെ കുറച്ച് വിലയുണ്ട്. ചില ഹോട്ടൽസിലൊക്കെ ജ്യൂസ് കിട്ടും. ക്രാൻബെറി കുറച്ച് കോസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആവും, വളരെ ബന്ധപ്പെട്ടാൽ കിട്ടും. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആഹാരം, എക്സസൈസ്, നല്ല ഉറക്കം, മൂന്നായി പിന്നെ സ്ട്രെസ് ഇല്ലാത്ത ജീവിതം. ഇതുണ്ടാക്കാനുള്ള ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം.
നിങ്ങൾക്ക് ഇനി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. കറക്റ്റ് ടൈമിങ്ങിലാണ് നിങ്ങൾക്ക് 12:30. ഒരു 15 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇനി എന്നെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ നമ്പർ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ ഇന്ന് സ്കൂളിലാണ് വർക്ക് ചെയ്തത്. കാരണം പറയാൻ കാരണം നിങ്ങൾക്ക് എന്നെ ഞാൻ ഡോക്ടറല്ല, പ്ലീസ് ഡോണ്ട് കൺസിഡർ ആസ് എ ഡോക്ടർ. ചില വ്യത്യസ്തമായ അറിവുകൾ തരാം. ഞാനും അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ എവിടെ വേണമെങ്കിലും കുറച്ച് സമയവും ഇരിക്കാനുള്ള മനസ്സുള്ള ഒരു ഓഡിയൻസ് എന്ന് ഞാൻ സംസാരിക്കാം. ഇന്ന് ഇത്രയും കേട്ടത് ഗുണമാണോ ദോഷമാണോ? താങ്ക് യു വെരി മച്ച്. ചോദ്യങ്ങളില്ല, ഒരു 15 മിനിറ്റ്. നമ്മുടെ കുടുംബമാണ് അറിയുന്നത്. തെറ്റിദ്ധരിക്കുന്ന വേണം. എന്നാ അറിയുന്നതല്ല ഞാൻ പറഞ്ഞുതരാം. മരുന്നുകൾ ചോദിക്കരുത്. മരുന്ന് ഡോക്ടറാണ്. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊരു ഉൾക്കൊള്ളൽ ഉണ്ടായോ? കുറച്ച് കാര്യം ഈ അസോസിയേറ്റ്സ് മെനക്കെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ക്രാൻബറിയിൽ ഏറ്റവും വലിയ ഗുണം ഈ ക്രാൻബറി തന്നെ വായിച്ചത് ഏറ്റവും നല്ല യൂട്രസ് സംബന്ധമായിട്ട് കുടിച്ചു. അതായത് ഈ ഏരിയ മുഴുവൻ കുടിച്ചു. നമ്മുടെ യൂറിനറി ഏരിയ പ്ലസ് യൂട്രസ്. PCOD മരുന്നായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ്സ് ഗുഡ് ഫോർ വൈറ്റമിൻസ് ഗുണം ചെയ്യും. PCOD ഇപ്പൊ കാരണം കാണിക്കുന്നത് സ്ട്രെസ്സാണ്. ഇപ്പൊ PCOD യൂട്രസ് റിമൂവൽ വളരെ കണ്ടമാനം വരാൻ കാരണം ഏറ്റവും കാരണം സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിനാണ്. അതിലുപയോഗിക്കുന്ന കെമിക്കൽ. അതിലിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പണ്ടുകാലത്ത് തുണിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ സർവിക്കൽ ക്യാൻസർ ഇപ്പോൾ വളരെ കൂടുതൽ. പിന്നെ ഈ ചിക്കൻ കച്ചവടം ചെയ്തവരുടെ ക്ഷമിക്കണേ, ചിക്കൻ അല്ലേ ഫ്രൈ ഹോർമോണൽ ചിക്കൻസ് ബ്രോയിലർ, അത് അത്ര നന്നല്ല. അതാണ് ഇപ്പൊ ജനങ്ങൾക്ക് ആവശ്യമില്ല. മന്തിയൊക്കെ കഴിക്കുന്നതോട് ഞാനെന്ന് പറയും. വൈറ്റമിൻ സി എങ്ങനെ ടാബ്ലറ്റ് ആണ് പല കമ്പനികൾ ഓൺലൈനിലുണ്ട്. വൈറ്റമിൻ സി പല കമ്പനികൾ, ഞാനങ്ങനെ കമ്പനികളെ കുറിച്ച് പറയാം. അത് ഓൺലൈനിൽ തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ഏറ്റവും നല്ലത് നമുക്ക് നല്ല നെറ്റിക്ക് കിട്ടുവാൻ ഏറ്റവും നല്ലത്. വൈറ്റമിൻ സി അധികം അതിന്റെ വെറി ജ്യൂസ് ഒക്കെ അവൈലബിൾ. അതെന്താ പറയാം, നിങ്ങൾ ഈ കംപ്ലീറ്റ് ഫാക്ടറി ഇരിക്കുന്നത് ഇത് അപകടമാണ്. ഈ സാധനം നല്ല കാര്യമാണ്. നമ്മൾ ചുരുങ്ങിയാ വേണ്ടത് വലുത്. അറിവില്ലായ്മ കൊണ്ട് മരിച്ച ഒരാളെ പേര് പറയാം. എന്റെ അളിയൻ, എന്റെ മകളുടെ ഭർത്താവ്, അധ്യാപകൻ, 52 വയസ്സ്, നല്ല കട്ട കൂടിയ കടിയനാണ്. എന്റെ അമ്മയുടെ മരണസമയത്തൊക്കെ കടിയായിരുന്നു. പിന്നീട് മെലിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, നീ ഒന്നുകിൽ നല്ല കസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്നോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇഷ്ടമില്ലാത്തതുകൊണ്ടെന്ന് തോന്നുന്നു കക്ഷി ചെയ്തു. ഒരു സമയത്ത് ഞാൻ ഗ്രീൻ ടീ രാവിലെ കുടിക്കുന്നത് മെലിയായി. വളരെ വൈകാതെ ഭാഗ്യത്തിൽ വന്ന കസ്റ്റമർ ഒരാളുടെ ഗ്രീൻ സർജറി കണ്ടെത്തി. ക്യാൻസർ ആയിരുന്നു. മിംസിൽ കൊണ്ടുപോയി. ക്യാൻസർ വാസ്റ്റ് മാറ്റം വന്നിരുന്നു. പക്ഷെ അതിന്റെ സർജറി അവർ ചെയ്തു. അത് തെറ്റാണ്. ഞാൻ അവർ വാദിച്ചു നിങ്ങൾ സർജറി ചെയ്യാൻ പറഞ്ഞു. ഫിറ്റല്ല ബോഡി. പക്ഷെ അവരുടെ കൊട്ടേഷൻ ഉണ്ട് ഓരോ ഡോക്ടർക്കും. അതേണ്ടത് അത് റെക്കോർഡില്ല. നിങ്ങൾ ഇതിന്റെ അല്ല, ഞാൻ അറിയുന്നത് പക്ഷെ നമുക്കൊരു കേസ് കൊടുത്ത് ഇത്ര പൈസയാണ് ഉറപ്പാണ്. ഇവന്റെ ബോഡി വീക്കെല്ലാ സമയത്ത് സർജറി ചെയ്തു. BP ഷൂട്ടപ്പ് ചെയ്യണം വെച്ച് ദിവസമാണോ വെലിഞ്ഞു പോകുന്നത് പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ അതൊക്കെ ഏറ്റവും നല്ലത് ഒരു നല്ല ഫിസിഷ്യനെ കാണിക്കുകയാണ്. ആദ്യം ഫിസിഷ്യൻ MD ഡോക്ടർ കാണിക്കും. സ്പെഷ്യലിസ്റ്റിനെ കാണിക്കല്ലേ, കാണിച്ച കുഴപ്പത്തിൽ അവരെ കണ്ടുപിടിച്ച് അത് മാത്രമേ കാണൂ. MD ഫിസിഷ്യൻ അത് ഏതെങ്കിലും ആയുർവേദം ഓപ്ഷൻ എന്തോ ചോദിക്കുന്നു. മറ്റത് കുഴപ്പമില്ല, അതിന് സീന്റെ അംശം കുറയും. ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് എത്ര ഉണ്ട് എന്നൊക്കെ നോക്കി ഒരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറക്കാൻ പറ്റും. HbA1c എത്രയുണ്ട്? 7 ആണ് കുറക്കാൻ പറ്റും. നമ്മളെ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റും. ഒരു 21 ദിവസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ അഡ്രസ് ഒക്കെ പറയുന്നതിന് അറിയാം. ഇത് എളുപ്പം വന്ന് പറഞ്ഞു പോകുന്ന ആളല്ല. പയ്യന്നൂരാണ് താമസം. ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ സെൻസ് ഒക്കെ മനസ്സിലായത്. അതായത് ജനങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നാണ് ലക്ഷ്യം അല്ലേ. അല്ലാണ്ട് ഞാനൊരു കണ്ണോട്ടെ കൺസൾട്ടന്റ്. പക്ഷെ എനിക്ക് ഹെൽത്ത് ചെയ്യാൻ പറ്റാൻ കാരണം ഞാൻ എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ചെറിയ ചില ടിപ്സ് ചെയ്യാൻ പറ്റും.
ഞങ്ങളുടെ ഡോക്ടർ നമ്പർ ഉണ്ടോ? 99 99. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നമ്പർ ഉണ്ട്, പക്ഷെ എൻ്റെ വേണം എഴുതിക്കൊള്ളു. 9946 9946 232 46 232 931. പേര് രമേശ് എന്നാണ്, രമേശൻ മാസ്റ്റർ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഈ യാനം അസോസിയേഷൻ്റെ ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കാരണം ഹെൽത്ത് പാഷനേറ്റ് ആണ് അവർ. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാം. അവർ പല കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് അതൊന്നും അവരുടേതായ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം എൻ്റെ നമ്പർ അവർക്ക് കിട്ടും. 99 പറയണോ? 9946 232 931. എല്ലാ ഞായറാഴ്ചയും 9:15 മുതൽ 10:15 വരെ നമ്മുടെ യാനത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ഓൺലൈൻ വെബിനാർ സീരീസ്. അത് മോട്ടിവേഷൻ മാത്രമാണ്, വീട്ടിലാണെങ്കിൽ കേൾക്കാം. അതെന്റെ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആൾക്ക് ഞാൻ ലിങ്ക് ചെയ്തതായി കേൾക്കും. ഞാൻ അവർക്ക് അയച്ചു എല്ലാവരും സേവ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു പുഴുങ്ങിയ അല്ലേ? പുഴുങ്ങിയ നെല്ലിക്ക, മുരിങ്ങയില. സോറി പറയാം, എത്ര പറയാൻ ബാക്കിയുണ്ട്. മുരിങ്ങയിലത്തിന്റെ അത്ര ഗുണമില്ല, വേറൊന്നുമില്ല. വൈറ്റമിനെ മുരിങ്ങാപ്പൂ, ഏറ്റവും വൈറ്റമിൻ മുരിങ്ങാപ്പൂവിനാണ്. മുരിങ്ങയില നമ്മുടെ ലക്ഷ്യം. ശരി, ഞാൻ ഈ അസോസിയേഷൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന ഈവൻ കറിവേപ്പില പോലും, ഇപ്പൊ ബിജുവിന്റെ അടുത്ത് എന്റെ വീട്ടിൽ കറിവേപ്പില കൊണ്ടതിന് എനിക്ക് സന്തോഷം. എന്നെ ടൗണിൽ ഇത് കിട്ടില്ല. അതിലൊക്കെ പെസ്റ്റിസൈഡ് അടിക്കുന്നൊന്നും ഞാനിവിടെ പറഞ്ഞില്ല, അതിന് പത്രത്തിൽ അറിയുന്നതാണ്. അപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ അതില് നമ്മളൊന്നും പഴയതിലേക്ക് തിരിച്ചു പോകും. ഇത് പ്രശ്നമാണ് സാറേ. ഈ ചേമ്പിന്റെ താള് എന്ന് പറഞ്ഞാൽ ഇല ചുരുട്ടിയിട്ടുള്ളതാണോ അതോ മറ്റേ തണ്ട് നമ്മൾ തണ്ടല്ല? ഇല കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ഉള്ളത് ഫൈബർ. ഏറ്റവും നല്ല വാഴയുടെ കാമ്പില് ഏറ്റവും ഈ കിഡ്നി സ്റ്റോൺസ് കംപ്ലീറ്റ് കുറയാനുള്ള ഒരു നല്ലൊരു ഭക്ഷണമാണ് അത്. ഫൈബർ കുറയുന്നതുകൊണ്ടാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിന് പല കാരണമുണ്ട്. അത് നിങ്ങളുടെ ബോഡി തന്നെ ഉണ്ടാക്കും സ്റ്റോൺസ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് ഓരോ കാര്യങ്ങൾ പറയാം. ഇപ്പൊ ആയുർവേദം ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആയുർവേദത്തിൽ അറിയുന്ന വൈദ്യന്മാരോ അല്ലെങ്കിൽ തടയുന്നവരൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടെത്തിയിട്ട് പരസ്പരം ഷെയർ ചെയ്യാം. ഇന്ന സ്ഥലത്ത് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഈ ജൂണിൽ കൃത്യമായിട്ട് കൈകാട് 5 ദിവസം 7 ദിവസം ചെയ്തു. എന്റെ ഫ്രണ്ട് രോമനെ അറിയുന്നുണ്ടാണ്. നമ്മൾ അതിശയം. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ഇപ്പോ അതിനപ്പുറത്ത് കൂട്ടായ്മ ഉണ്ടാവണം. ഇവിടെ ഒരു കർഷകരുണ്ട് എന്ന് വിചാരിച്ചു. ഞാനിപ്പോ പറയാം, നിങ്ങളുടെ കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ മോര് ഒക്കെ സാധനം കിട്ടുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എത്ര പൈസ കൊണ്ട് എടുക്കാൻ ഞങ്ങൾ ചെയ്യാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ അത് വേണം, എനിക്ക് കിട്ടുന്നില്ല. കറിവേപ്പിൽ എത്ര ആളുകളുണ്ട്? നാടൻ കറിവേപ്പിൽ. സോ ഇത് ഒരു മരമല്ലേ ഉണ്ടാവുക? നിങ്ങളുടെ വീട്ടിൽ ഇത്രയല്ലേ വേണ്ടു? ഇതെന്തുകൊണ്ട് ഷെയർ ചെയ്യുന്ന? ഇപ്പൊ അതിന്റെ സിസ്റ്റം ഒന്നും ആയിട്ടോ. നമുക്ക് യാനത്തോട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ചെയ്യട്ടെ. ഹെൽത്ത് പാഷനേറ്റ്സ് ആണ് അവരിപ്പോ. മാഗ്നറ്റ് തെറാപ്പിയിൽ എക്സ്പേർട്സ് ആണ് അവര്. അവരായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. എഫക്ട് ചെയ്യുന്ന സംഭവമാണ് ബോഡി. അത് ഓരോന്നുണ്ടാവും. ചിലവർക്ക് ഇപ്പോ ആയുർവേദം നന്നായി എഫക്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലവർക്ക് മെഡിസിൻ ആയിരിക്കും. ഇതെല്ലാം ഡിപ്പെൻസ്. പക്ഷെ ഇതെല്ലാം നമ്മൾ മാറ്റാനായിരിക്കും. അതാണ് നേരത്തെ കണ്ട് പറഞ്ഞത്. ദയവ് ചെയ്ത് ആ തെറ്റിദ്ധാരണ പറഞ്ഞതുകൊണ്ട് 1 കിലോ കാന്താരിക്ക് 1000 രൂപ. അതിന്റെ റിസൾട്ട് പറയാം. ഏറ്റവും നല്ലത് കാന്താരി 2 or 3 അതിൽ കൂടുതൽ. അതും മോരിൽ പറയാൻ പറ്റില്ല. മോരിന്റെ അത്ര കൂടുതൽ പ്രോബയോട്ടിക് പറയില്ല. മോരിൽ കലക്കിയിട്ട് മാത്രം കഴിക്കുമ്പോൾ റിസൾട്ട് കൂടും. പക്ഷെ ചിലർ 13 എണ്ണ അയൺ അങ്ങ് പോകും, ബോധം പോകും. 2 അത് കൊളസ്ട്രോൾ കുറയ്ക്കല്ല ചെയ്യുന്നത്, അത് ഡൈല്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. പിന്നെ റിസർച്ച് മേഖലയിൽ നടക്കുന്നത് 150ഓളം ഹെർബ്സുകളുടെ റിസർച്ച് നടക്കുന്ന ലാബ് ബാംഗ്ലൂരുണ്ട്. അത് സെമി ലാബ്സ് എന്നാണ്. ഞാൻ അവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതിൽ ഏറ്റവും ടോപ്പ് ലെവൽ സയന്റിസ്റ്റിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ നാട്ടിലെ സാധനങ്ങളുടെ ഗവേഷണം നടക്കുന്നത്. വെളുത്തുള്ളി, മഞ്ഞളാണ്. നിങ്ങൾ ദയവ് ചെയ്ത് മഞ്ഞൾ ഉപയോഗിക്കും. അതെങ്ങനെ പറയും? ഞാനിപ്പോ ചെയ്ത് രാവിലെ വെള്ളം എടുക്കുക, സാധാരണ വെള്ളം, മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഇസ് വെരി ഗുഡ്. അതില് നമ്മൾ എന്ത് ചെയ്യാം? ഈ പൊടി ഇടുക, ഈ മഞ്ഞൾപ്പൊടി. മഞ്ഞൾ നല്ല ക്വാളിറ്റി മഞ്ഞൾ കിട്ടും, വയനാട് ഈ സൈഡിൽ കിട്ടുന്ന പോലെ. എന്നിട്ട് അത് ഒന്ന് ചേർക്കാതെ കുടിക്കാം. സ്വന്തമാണ് ഏറ്റവും നല്ല കേട്ടോ. ഭാഗ്യം പറഞ്ഞു.
അത് പോയി. 25 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് എടുത്താണ് പുസ്തകമാണ് ഞാൻ പഠിച്ച മുഹമ്മദ് വെച്ചത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കൂടെ 25 വർഷം കഴിഞ്ഞ ഒരു പാറ്റന്റും ഉണ്ടാവില്ല. ഇപ്പൊ ഇഷ്ടംപോലെ മഞ്ഞൾ അബ്സ്ട്രാക്റ്റുകൾ കിട്ടുന്നുണ്ട്. അവരെ കമ്പനി കൊണ്ട് വല്ലാതുണ്ട്. പിന്നെ ഒരു രഹസ്യം ഞാൻ പറയാം, പല്ലി. പണ്ട് നമുക്ക് കരിയുണ്ടല്ലോ, വലിയ കരിയും ഇതൊക്കെ ചേർന്നിട്ട്. അപ്പൊ കോൾഗേറ്റ് കമ്പനിക്കാരൻ പറഞ്ഞു കരി തേച്ചാൽ അപകടം. ഇപ്പം ആ വാക്കുപയോഗിക്കാമെന്ന് അറിയില്ല. അവരുടെ പുതിയ പരസ്യത്തിൽ ഞങ്ങളുടെ പേസ്റ്റിൽ കരിയുണ്ട്. കരി ഉപ്പും. ഞാൻ വലിയ ഫൈറ്റ് ചെയ്താണ് അവരോട്. ഞാൻ മാഷായിരുന്നു അന്നേരം, സ്കൂൾ ഹെഡ് മാഷല്ലേ. അപ്പൊ ഈ കുട്ടികളുടെ ദന്താരോഗ്യം എന്ന പ്രോഗ്രാം വിളിച്ചിട്ട് വിദ്യാഭ്യാസ വകുപ്പ് സ്പോൺസേഡ് ബൈ കോൾഗേറ്റ്. എന്നത് ഞാൻ മാത്രം പറഞ്ഞത് തോന്നിവാസാന്ന് പറഞ്ഞു. എന്താ തോന്നിവാസം? ഞാൻ ഇങ്ങനെ വേണം വലിയ കോൾഗേറ്റ് ഉണ്ടോ? അയാൾ തേക്കൂല, ഒറ്റ നിർദ്ദിഷ്ടം തേക്കൂല. വെറുതെ നിങ്ങൾ പേസ്റ്റ് എടുത്ത് നാവിൽ വെച്ചാൽ കൊള്ളുവത്. പേസ്റ്റിനെ കുറിച്ച് മാത്രം 1.5 മണിക്കൂർ ക്ലാസ് എടുക്കാൻ സമയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ച് ഇപ്പൊ കൂടി വരുന്നില്ലേ? കാരണം എന്താണെന്നറിയോ? ഒന്ന്, ഇതിന് വർക്കില്ല. അതിനാണ് ഞാൻ പറഞ്ഞ കൂട്ടായ്മ ഇരിക്കണം. ഞാൻ ഒറ്റ ചോദ്യം ഇവിടെ, രാവിലെ 10 മണിക്ക് വന്നാൽ ഇപ്പോൾ നിങ്ങൾ വളരെ സന്തോഷവാന്മാരല്ലേ? നിങ്ങൾ ഓർമ്മ കൂടും. കാരണം സെൽസ് നമ്മൾ ഡീജനറേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇനി ഞാൻ 10 മണിക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി എനിക്ക് എപ്പോഴും ക്ഷീണമുണ്ട്. അപ്പൊ അട്ടലിനെ ഉണ്ടോ? അത് നിരീക്ഷിക്കും, വേറെ എല്ലാം പോലും. ഞാൻ നിങ്ങളെ വടയുന്നില്ല, എലിയ ഒരു മണ്ണാണ്ടിരുന്നത്. ഞാൻ വരുമ്പോൾ 2 മുട്ട തന്നതാണ്. പക്ഷെ ഞാൻ രാവിലെ നെയ്യ് കഴിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ ശരി ബാക്ടറൈസ് വാട്ടറെ ഉപയോഗിച്ചിട്ടുണ്ട്, കൂടായതുകൊണ്ട്. അതിനുശേഷം 2 പുട്ട് തന്നു. അല്ല, ഞങ്ങൾ സെലക്ട് ചെയ്ത ഞാൻ കടലയും പുട്ടും കഴിച്ചു. പുട്ടും കടലെല്ലാം ആദ്യം കടല തിന്നണം, പിന്നെ പുട്ട് തിന്നണം. എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും പ്രശ്നം എന്നെ സദ്യ കൊണ്ടുവരാണ്. കാരണം സദ്യക്ക് വിളമ്പൂലേ, ഞാൻ ഉപ്പേരി ആദ്യം തിന്നു, ഫൈബർ. ബാക്കിയൊരു തുടങ്ങൂല്ല. എനിക്കൊന്നും മറ്റൊരാവശ്യം ഞാൻ എന്റെ ഉപ്പേരി തിന്നു. അതിനുശേഷം ഞാൻ ഈ പച്ചടി തിന്നു, ഫൈബർ. മനസ്സിലായി? അങ്ങനെയൊക്കെ നമ്മൾ മാറ്റം വരുത്തണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ രമേശൻ മരിച്ചു, എന്റെ ആശയങ്ങളെല്ലാം പോയി, പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഒരു ക്ലാസ്സിൽ പോയി നിന്ന് അയാളുടെ പേര് രമേശൻ, ഒരു ഭ്രാന്താണ്, തീർന്നു. ഇതോടുകൂടി എല്ലാ ക്ലാസ് അവസാനിക്കും. ഇനി ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുന്നത് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മുട്ടയുടെ കോപ്പം, മഞ്ഞ, അതുപോലെ കാലത്ത് ഞാൻ ഡോക്ടർമാരുടെ കലമ്പുന്ന ഒരാളല്ലെങ്കിലും ഈ ഡോക്ടറോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നെയ്യ് അല്ലെങ്കിൽ ഏറ്റവും ഘി, നാടൻ നെയ്യ് എന്തുകൊണ്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു സ്റ്റഡി കാണിച്ചു തരാം. ഒറ്റ ചോദ്യം. കൊളസ്ട്രോൾ അത് പറഞ്ഞ നല്ല ചോദ്യമാണ്. കൊഴുപ്പ് നല്ലതാണ്. എന്താ പ്രശ്നം? ഞാൻ നേരത്തെ കൃത്യം കണക്ക് പറഞ്ഞതില്ല. പ്രശ്നമാണ് വരുന്നത് ഷുഗറാണ് പ്രശ്നം. ഷുഗറാണ് പ്രശ്നം. ഷുഗർ ഉള്ളത് കൊണ്ടാണ് ഈ കൊഴുപ്പിന്റെ പാവ എന്തെങ്കിലും പണി വരുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഷുഗർ കട്ട് ചെയ്ത് കാണും. ഈ കീറ്റോ ഡയറ്റ് ഉണ്ട് ചിലവർ ചെയ്ത്. ഡോണ്ട് ഡു കീറ്റോ ഡയറ്റ്. കീറ്റോ ഡയറ്റ് കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്ത് മുട്ട മാത്രം കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെ തുടങ്ങിയെന്നില്ല, ബാക്കി നാട്ടിൽ എത്തിയില്ല. കീറ്റോ ഡയറ്റ് ഉണ്ട്. കീറ്റോ ഡയറ്റ് അല്ല നമ്മൾ മെഡിറ്ററേനിയൻ ഡയറ്റാണ്. നമ്മൾ ചെയ്യേണ്ട ഇത്രയുള്ളൂ. ഒരു 350 ഗ്രാം ചോറ് പറഞ്ഞ് രാവിലെ ഉച്ച വൈകുന്നേരം കഴിച്ചു. അധികം കഴിക്കണ്ട. പിന്നെ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കൂ. നമ്മൾ അങ്ങനെയാണോ? 1 മണിക്ക് 8 വർഷം വിശക്കും, 12 വിശക്കും, 1 മണി നിന്നില്ല. ബാങ്ക് വേനർക്ക് 2 മണിക്ക് വിശക്കും. അപ്പൊ ഭാര്യ ബാങ്കിലും ഭർത്താവും മാഷുമാണ് ഞായറാഴ്ച പ്രശ്നം. മൃഗങ്ങൾ ഏടെങ്കിലും അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കില്ല. നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ജനിച്ചുപാട് കുഞ്ഞ് ആവശ്യമുണ്ടാകുന്നില്ലേ മുല കുടിക്കല്ലോ? ആരാ തെറ്റിച്ച്? നിങ്ങൾ അമ്മ കൊടുക്ക് അതിന് നശിപ്പിച്ചോ. അത് രാവിലെ എണീക്കൂലേ? നിങ്ങൾക്ക് എണീക്കാൻ പറ്റിയിട്ട് ഉറക്കില്ലേ? ആരാ പ്രതി? നല്ലോണം ഇതാണ് എണ്ണടിച്ച് പെപ്സിയാണ്. പെപ്സിയും 7-Up മജീദിക്ക് തട്ടി. ഇതിലിപ്പോ ഡയബറ്റീസ് ചെയ്യുന്ന വേണ്ട പല കാര്യങ്ങളാണ്. ഇപ്പൊ കൊളസ്ട്രോൾ പേടിക്കണ്ട, കുറച്ച് ചെയ്തുകൊണ്ട് വേണ്ട. കൊളസ്ട്രോൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് ചെയ്യാൻ സമയമില്ല. നമുക്ക് ഓൺലൈനിൽ നിങ്ങൾ ഒരു ജ്ഞാനം അസോസിയേഷൻ ഓൺലൈൻ നിങ്ങൾ എവിടെയെല്ലാം കൂട്ടായ്മ ആക്കിയാൽ നമുക്ക് ഓൺലൈനിൽ നമുക്കൊരു പ്രോഗ്രാം അതെ ഞാൻ വരും. അപ്പൊ
കൊണ്ടുവരാം, മെറ്റീരിയൽ കൊണ്ടുവരാം. ഓക്കെ സാർ. ആ ഇന്നത്തെ പത്രത്തിൽ നേരത്തെ കാണിച്ചില്ല, എൻ്റെ ഉണ്ട്. പറ്റില്ല, ഇതിനെ പറയാം. നല്ല ചോദ്യം പറയാം. ഞാൻ നിങ്ങളുടെ എല്ലാ ഡോക്ടറോടും, നിങ്ങൾ ഏത് ഡോക്ടറോട് ചോദിക്കുന്ന ചോദ്യം, ഇവരെന്ന് പറഞ്ഞാൽ എന്റെ വേണ്ടപ്പെട്ട ആളെന്ന് ഞാൻ അതിനെ പഠിച്ചത്. അപ്പൊ ഇനി വന്നു, ഫസ്റ്റ് നിങ്ങൾക്ക് തേണ്ടത് പെൻസിലിൻ ടൈപ്പ് ഇഞ്ചക്ഷൻ, അമോക്സിലിൻ പോലെ തരണം. ഫാർമസി ആർക്കും എവിടെ ഫാർമസി ഈ സമയം ഒന്ന് പഠിച്ചാലേ. അതായത് പല കമ്പനി ബ്രാൻഡായിട്ട് ഞാൻ പറയുന്നില്ല സാർ, കേൾക്കാം സാറ്. അതായത് ഫസ്റ്റ് കോഴ്സ് ആന്റിബയോട്ടിക് കൊടുത്തിട്ട് ഈ വൈറസ് ശരിയാവുന്നില്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കണം, ശരിയല്ലേ? ഒരു 3 ദിവസം ഗുളിക കൊടുത്തിട്ട് മാറുന്നില്ല കൂടെ നെക്സ്റ്റ്, എന്നിട്ട് നേരെ കുറച്ചും കൂടെ കഴിഞ്ഞ് നോട്ട്ഫ്ലോക്സാസിൽ കൊടുക്കും. പിന്നെ സിപ്രോഫ്ലോക്സാസിലേക്ക് പണ്ട് വന്നു, സിഫ്രാൻ. ഇനി അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, സിപ്രോ ഫാർമസിയിലാണ് ഞാൻ പറഞ്ഞ തെറ്റിന്ന് പറയും. സിപ്രോഫ്ലോക്സാസിനാണ് കണ്ടന്റ്, ശരിയല്ലേ? അതുണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് കമ്പനിയാണ് സിപ്രയുടെ സിഫ്രാൻ. പിന്നെ സിഫ്രാൻ അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് ആ കമ്പനിയിൽ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു എഴുതാ ഞാൻ ഇപ്പൊ കോട്ടു പോ. അതല്ല, സിപ്ല കൊടുക്കുന്ന കമ്മീഷൻ മനുഷ്യനാണ് ഇരിക്കുന്നത്, ഫ്രിഡ്ജായിട്ട്. പാവ സിപ്രോ ലാക്സാലും കൊടുക്കുന്നത് സൂട്ട് കേസ് ആയിട്ട്. ഇവന് ഏതാ എഴുതുക? യശോണോ ഇന്ന് റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടില്ല. IMA ഭയങ്കര പ്രശ്നമാണ്. ദയവേത് ഇന്നത്തെ ക്ലാസ് പേഴ്സണലാണെന്ന് ആരോട് അറിയില്ലേ? ഞാൻ പോയി ആടെ പോയി ഡോക്ടർ അയാളെ വന്ന് അവര് ഭയങ്കര ടീമാ വരും. സീരിയസ് ആൻഡ് ടോക്കിംഗ്. BN ഹെഗ്ഡെ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, ആ ഡോക്ടർക്കെതിരെ ഇവര് കളിക്കൊണ്ടിരിക്കും. അയാൾ തട്ടിക്കോ. ഇങ്ങനെ ഒരു ഡോക്ടർ ഒരു വീഡിയോ എടുക്കും, BN ഹെഗ്ഡെ തട്ടിക്കോ. ഈ ചങ്ങായിനെ നിത്താപ്പനാണ് അയാളെ, അത് മനസ്സിലാക്കാൻ പാടുള്ളൂ. കോക്കനട്ട് ഓയിൽ കഴിച്ചുകൂടാന്ന് പറഞ്ഞവരുടെ കോക്കനട്ടിന്റെ കൈകടന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം കൂടെ പറയുന്നുള്ളൂ. നിങ്ങൾ ഏത് ഹോട്ടലിൽ പോയി വെജിറ്റബിൾ ഓയിൽസ് ആണ് കഴിക്കല്? വെജിറ്റബിൾ ഓയിൽസ് ആണ് സൺഫ്ലവർ. നിങ്ങൾ വീട്ടിൽ മാറ്റി സൺഫ്ലവർ, രുചി ഗോൾഡ്, ഡാൽഡ, വനസ്പതി. ഇത് ഇന്ന് വീട്ടിൽ നിങ്ങൾ പറഞ്ഞിട്ടാണിക്കോ. പൈസ എത്ര കായിക്കൊടുക്കുന്ന കോക്കനട്ട് ഓയിൽ മേടിക്കും, അല്ലെങ്കിൽ നമ്മളെണ്ണ പാമോയിൽ ഡേഞ്ചർ. നമ്മുടെ കാലാവസ്ഥ വരുന്നത് അവിടെ പറ്റും. റൈസ് ബ്രാൻഡ് ഈസ് ഓക്കെ. ഇനി ചോദ്യത്തിലേക്ക് വേണം. ആന്റിബയോട്ടിക്സ് ഇങ്ങനെ കൊടുത്തു. ഡോക്ടർ ഏതാതെ നേരെ യൂഫ്ലോക്സാസിൻ അതിന്റെ അടുത്ത് വന്നു. അടുത്ത് ഏറ്റവും ടോപ്പ് ചെയ്തു. എന്താ കുഴപ്പം? ഈ ബാക്ടീരിയയിൽ ഇതിന്റെ അപ്പുറത്തെ വേണം. എന്നിട്ട് നമ്മൾ ഓരോ മണ്ടത്തിലും ചെയ്യും. 5 ദിവസത്തെ ഗുളിക 3 ദിവസത്തെ മേടിക്കും. ഇപ്പൊ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടാക്കി. അങ്ങനെ നല്ല കാര്യം. ഒരു കോഴ്സ് തന്നെ കഴിക്കണം. ഇത് വീണ്ടും ഈ വൈറസ് കയറും. അതിന്റെ പേര് ആന്റിബയോട്ടിക്. ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ലോ, ഈ ആന്റിബയോട്ടിക്സിന് തുല്യമാണ് നമ്മുടെ മഞ്ഞൾ. അതെന്താ ഡോക്ടർ ഇതാത്ത്? ഇവരെന്തുകൊണ്ട് ഈ പുസ്തകം വായിക്കുന്നില്ല? ഇവരെന്തുകൊണ്ട് ഈ പുസ്തകം ഇത് ഞാനാണ്. റോയ് ടൈലർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഡോക്ടറാണ്. ഈ ബുക്കിനെ കുറിച്ച് മാത്രം ഞാൻ പിന്നെ യൂട്യൂബ് ചെയ്തത്. മറ്റൊരാളും കണ്ടില്ല, കാണുകയും ചെയ്യില്ല. ഇവിടെ ഇരിക്കുന്നവരോട് നിങ്ങൾ ചലഞ്ച് ചെയ്തോ, നിങ്ങൾ ഡോക്ടറോട് കലമാൻ പോലെ പ്ലീസ്. ഈ അഭിപ്രായം ചോദിക്കാൻ പോയാൽ അയാൾ നിങ്ങൾ കൊള്ളില്ല. നിങ്ങൾ മഞ്ഞൾ കഴിക്കുമ്പോൾ ഒരാൾക്ക് ഒരിക്കൽ ഞാൻ ഒരു സത്യം പറയാം. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യമുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തൊട്ടടുത്ത് ഒരു ദ്വീപുണ്ട്. അവിടെ വെറും ആദിവാസികൾ പറഞ്ഞാൽ വസ്ത്രം ധരിക്കാത്ത പഴയ ടീമാണ്. നമ്മുടെ ഒരു ഇത് വന്നില്ലേ, സുനാമി. ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയാണ്. സുനാമി വരുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഇവരുടെ മരത്തം കയറി. ഈ പോർട്ട് ബ്ലെയറിലെ MBBS ഡോക്ടറിൽ ഒഴിച്ചുപോയി. ആരാ ബുദ്ധിമാൻ? കൊല്ലത്ത് സുനാമി വന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ട്. അയാൾ പശുവിനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പശുവിന് ഇത് മനസ്സിലാക്കി നേരത്തെ തിരിഞ്ഞോടി. ഇയാൾ പശുവിനെ പിടിക്കാൻ ഒട്ടുകൊണ്ട് വെള്ളത്തിൽ ചേർത്തില്ല. ഞാൻ പറയുന്നത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് വലിയൊരു വിപ്ലവമാണ്. ഞാൻ ആരോഗ്യ വകുപ്പിന്റെ ആളല്ല, ഞാൻ ഒരു കമ്പനിയുടെ ആളല്ല. പ്ലീസ്, ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന, ഇനിയെങ്കിലും ആരും മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ തുടങ്ങി, റിട്ടയർ ചെയ്യാൻ തുടങ്ങി, ഞാൻ പരിപാടി. അല്ല സാറേ, ഈ തവിടെണ്ണയുടെ കാര്യം പറഞ്ഞില്ല. ഈ തവിടെണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ വില പോലും വരുന്നില്ല.
പക്ഷേ ഇത്രയും തവിട് വേണ്ടി വരും. രണ്ട് കാര്യമാണ്. ആ ചോദ്യം ഞാൻ ഉത്തരം പറയാൻ പറ്റില്ല. ആ കമ്പനിയെ നിങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് എത്ര തവിട് വേണ്ടി വരും തവിട് എണ്ണ ഉണ്ടാവണമെങ്കിൽ? അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിനൊന്നും കോംപ്ലിക്കേഷൻ പോകണം. നമ്മുടെ നാട്ടിലൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കും. പണ്ട് എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുളിക്കാറുണ്ട്. കൈമുതി ഇല്ലേ? ഇപ്പൊ എണ്ണ തേച്ച് കുളിക്കുന്ന എണ്ണ വളരെ കുറവല്ലേ? നിങ്ങൾ കുളിക്കുന്നു വയസ്സ് എത്ര വയസ്സ്? 77 കൈയിട്ട് കൊണ്ട് എണ്ണ തേച്ച് കുളിക്കുന്നു. ഇയാൾ പറഞ്ഞ് കേൾക്കണം. അല്ലെങ്കിൽ 45 ഡയബറ്റീസ് വന്ന ഡോക്ടർ കേൾക്കണം. ഞാൻ ഒരു പത്രവാർത്ത കണ്ടിട്ട് കേരളത്തിലെ ഡോക്ടർമാരുടെ ആയുസ് കുറയുന്നു. റിപ്പോർട്ട് ഞാൻ കാണിച്ചാൽ കേരളത്തിലെ ഡോക്ടർമാരുടെ ആയുസ് കുറയുന്നു. കാരണം ഇതൊന്നും അവർ പ്രാക്ടീസ് ചെയ്യില്ല. ഏടെ സമയം ഞാൻ പറഞ്ഞ റെഗുലറായിട്ട് നിങ്ങൾ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ രോഗത്തിന് പോകണ്ടെന്നോ ആന്റിബയോട്ടിക്സ് കഴിക്കണമെന്നോ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലാണ് വെച്ചാൽ പിന്നെ കുരുമുളക് ഇട്ടിട്ട് ദിവസം നിങ്ങൾ കുറച്ച് കഴിക്കാൻ പറ്റും. നമ്മൾ ആഹാര രീതി മാറ്റം. ഇത് മാത്രം പോലെ ഇതെല്ലാം നല്ലതാക്കി ന്യൂട്രലി പോലെ സ്ട്രെസ് ഭയങ്കര ഇതെല്ലാം കൂടെ യോജിക്കണം. ഞാൻ പഠിച്ചതല്ല ഒരു സാധനത്തിൽ എണ്ണ പറഞ്ഞു ഉപയോഗിക്കും. അത് ഞാൻ പറഞ്ഞു നമ്മളാദ്യം ചെറിയ കുട്ടികളൊക്കെ കുട്ടികൾക്ക് ഉള്ളംകാറ്റില് വരെ വെളിച്ചെണ്ണ ഉള്ളംകാറ്റ് വെളിച്ചെണ്ണ നല്ലതാണ്. ദേഹത്ത് ആസകരം വെളിച്ചെണ്ണ നമ്മൾ തേങ്ങ ചേർത്തിട്ട് തന്നെ കുടിക്കും. വെളിച്ചെണ്ണ ചേർത്തുള്ള മുളക് പൊടിച്ചതുകൊണ്ട് എല്ലാ സാധനവും വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. വെളിച്ചെണ്ണ പ്രാധാന്യം അന്നും ഇന്ന് ഞാൻ പറഞ്ഞു പറയാറുണ്ട്. ശരിയല്ലേ? ഈ ഡോക്ടർമാരെന്താ പറഞ്ഞ നിങ്ങൾ രഹസ്യം 99% ഡോക്ടർമാരും മെഡിസിൻ ആയാലും ആന്റിബയോട്ടിക്സ് കഴിക്കാറില്ല. അവർ പറയില്ല. യൂറോപ്പിൽ പോയി നോക്കിയാണെങ്കിൽ അമേരിക്കയിൽ പോയി നോക്കി 4 പേഷ്യൻസിന് മേലെ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. ഇവർ മെഡിക്കൽ എത്തിക്സ് ആണെങ്കിൽ 150 പേഷ്യന്റ് നോക്കുന്നു. ഇവര് MBBS കിട്ടുമ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അതെന്താ അറിയാം? സമൂഹത്തിന് സേവനത്തിലേ ചെയ്യും. എന്നിട്ട് ഇവര് കമ്മീഷൻ പണിയും. ഡോക്ടറോട് ചോദിക്കണം, സാർ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നതിൽ ചോദിക്കുക. ഇനി ഇവര് മാത്രം പറഞ്ഞ് ശരിയെന്ന് പറയാം. ചോദ്യം ഉത്തരം പറഞ്ഞു. കൊളസ്ട്രോൾ ഇതെല്ലാം ഇവര് പറയാം. അതിലെ കോൺട്രവേഴ്സീസ് കുറയാണ് പറഞ്ഞെടുക്കുന്നത്. അതെല്ലാം തെറ്റാണ്. എന്തെങ്കിലും നിങ്ങൾ ഒരു ആയുർവേദം കഴിച്ചിട്ട് മേബി ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ ഡോക്ടർ അതിനെ കൊണ്ട് അതിന്റെ കുഴപ്പമെന്ന് അവർ പറയില്ല. പാരസെറ്റമോൾ കഴിച്ചാലും അവർ പറയോ? ഏറ്റവും നല്ലത് പ്യുവർ പച്ചവെള്ളമാണ്. ആൽക്കലൈൻ വാട്ടർ കിട്ടും ഏറ്റവും നല്ലത്. ആ ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇവരെ പണി ക്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളടിച്ച് അവിടെ കിടക്കും. സത്യം അല്ലേ ചോദിച്ചോ? അത് ഈ എണ്ണ തീരുന്നതിന് 3 വർഷം. ഇനി ഞാൻ ഇതെല്ലാം പരീക്ഷിക്കുന്ന എന്നിലാണ്. പ്രിയപ്പെട്ടവരൊക്കെ ചോദ്യം, ഈ 12:30 സമയത്ത് ഞാൻ ഊർജ്ജത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഞങ്ങളുടെ സ്മാർട്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പറയാം, ഞാൻ നെയ്യ് കഴിച്ചിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഈ കഴിക്കാൻ പോകുന്നത് വളരെ സെലക്റ്റീവ് ഫുഡായിരിക്കും. ഞാൻ എല്ലാത്തിനും നല്ലതായി സ്നേഹിക്കുന്നു. ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ ഗിവിംഗ് ആൻഡ് എല്ലാവരുടെയും സ്റ്റാർട്ടപ്പ് ചെയ്തു. എല്ലാവരും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ചോദ്യങ്ങളില്ല. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വലിയ നന്ദി പറയാണ്. പിന്നെ ഇതിന്റെ തുടർ ചർച്ചകള് മാഷിന്റെ ക്ലാസ്സുകൾ ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അതുപോലെ സൂം മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കും. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടും. അപ്പൊ ഈ പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ജേക്കബ് സാറിന് ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു രമേശ് മാസ്റ്റർ ക്ലാസ്? നല്ലൊരു കയറി 10 മണി മുതൽ ഏകദേശം 1 മണിയാകാൻ പോകുന്നു. 12:55. ആർക്കും വലിയ ക്ഷീണമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകളെ എനിക്ക് തോന്നുന്നു 50-ന് മേലെയുള്ള ആളുകളെ ഉള്ളൂ. അതിന് കുറവുള്ള കുറച്ച് പേര് അല്ലേ? കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കറിയാം, സാർ ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വെൽനസ് റെവല്യൂഷന്റെ ഒരു കാലഘട്ടമാണ്. ഇവിടെ സാർ സൂചിപ്പിച്ചു, യൂറോപ്യൻ കൺട്രികളിലൊന്നും പോയാൽ മെഡിസിൻ എഴുതത്തില്ല. ഇന്നത്തെ കാരണം അവിടെ ഈ വെൽനസിന്റെ വലിയൊരു
മുന്നേറ്റം നടന്നുകൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ആളുകളുടെ ധാരണ മരുന്ന് കഴിച്ചാൽ രോഗം മാറും എന്ന രീതിയിൽ ഈ പ്രിവെൻഷൻ ഒന്നും എടുക്കുന്നില്ല. സാർ ഇവിടെ പറഞ്ഞ അതാണ്, രോഗം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരിയല്ലേ? നമ്മൾ ജീവിതത്തിന്റെ കഷ്ടപ്പാടിൽ നല്ല ജീവിതം കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ധാരാളം ഓടുന്നുണ്ട്. ചെറുപ്പകാലത്ത് നമ്മൾ ആരോഗ്യം നോക്കാതെ ധാരാളം ഓടിയിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയത് എന്താ? അനാരോഗ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. കുട്ടിച്ചാട്ട് പറഞ്ഞില്ലേ, നമ്മുടെ ജീവിത രീതി, ഭക്ഷണ രീതി, ഇതൊക്കെയാണ് നമ്മുടെ പണ്ട് കാലത്തെ ആളുകളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. പക്ഷെ ഇന്ന് നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. ഓടുന്നുണ്ട്, പക്ഷെ രമേശ മാഷോടെ പറഞ്ഞതുപോലെ കറുത്ത കോട്ടിട്ട് ധാരാളം സമ്പാദിച്ചു, അത് വെളുത്ത കോട്ടിട്ട് കൊടുത്തു. ഇന്ന് സത്യമല്ലേ, നമ്മൾ ധാരാളം ഓടുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി ഓടുന്നുണ്ട്. ഇതിൽ നമ്മൾ സമ്പാദിച്ച പണമായി നമ്മൾ സുരക്ഷിതരായി എന്ന് നാം തീരുമാനിക്കുമ്പോൾ അത് അനുഭവിക്കാനുള്ള യോഗം നമുക്കില്ല. നല്ല മിടുക്കരായ ഡോക്ടർമാര്, നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റൽ, നമ്മുടെ പണം മുഴുവൻ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വലിയൊരു റെവല്യൂഷനാണ് നമ്മുടെ ഈ ജ്ഞാനം എന്ന് പറയുന്ന ഈ അസോസിയേറ്റീവ് ട്രസ്റ്റിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് വലിയൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുക. സാർ സൂചിപ്പിച്ചു, ഇത് യാതൊരു ഫീസും വാങ്ങിയിട്ടില്ല. ഇതുപോലെയുള്ള റെസിഡൻസ് അസോസിയേഷൻ, മറ്റ് സന്നദ്ധ സംഘടനകള്, താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഈ നമുക്ക് ഹെൽത്ത് അവയർനെസ് ക്ലാസ് നമുക്ക് കൊടുക്കാം. എന്ത് കഴിക്കണം, എപ്പോ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് കൃത്യമായി ആളുകളെ ബോധവൽക്കരിച്ചാൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ വേണ്ടി കഴിയും. ആരോഗ്യമുള്ള സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഹെൽത്താണ്. രണ്ടാമത് നമുക്ക് വെൽത്താണ്, സമ്പത്താണ്. കാരണം നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു. ഹെൽത്തും വെൽത്തും ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നു, സന്തോഷം ഉണ്ടാവുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഇതിലൂടെ ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്നത് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. അങ്ങനെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരസ്പരം കൈമാറിക്കൊണ്ട് ഒരു വലിയ വെൽനസ് റെവല്യൂഷന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇന്ന് ലോകത്ത് 2 ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൽനെസ്സും, ഒന്ന് വെൽനസ്സും. ഇൽനെസ് ആണ് സാറ് പറഞ്ഞ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനി, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ഡോക്ടർ, അതുപോലെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ. അതൊന്നും ആരോഗ്യരംഗത്തുള്ള മുന്നേറ്റമല്ല, രോഗികളെ ചികിത്സിക്കാനുള്ള അവസരങ്ങളാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെയുള്ള ഞങ്ങളുടെ ക്ലാസ് സംഘടിപ്പിക്കുന്നത് നമ്മൾ അറിവുള്ളവരാണെന്ന് നടിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും തിരിച്ചറിവില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചറിവുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഈ പരിപാടി ഞങ്ങളുടെ ജ്ഞാനം അസോസിയേഷന്റെ ഭാഗമായി ഈ ജില്ലക്കകത്തെ ഫസ്റ്റ് സംരംഭമാണ് പേരാവൂര് സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറെ ആളുകളെ, ഇവിടെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് ഉള്ള സംഘടനകള്, അതുപോലെയുള്ള ആളുകളെ സമീപിച്ചു. നല്ല റെസ്പോൺസ് ആയിരുന്നു. സീനിയർ സിറ്റിസന്റെ സാറ്, നാരായണ സാറ് ഏറ്റവും ആദ്യം ഇവിടെ എത്തിച്ചേർന്നു. അതുപോലെ വ്യാപാര വ്യവസായ ഏകോപന സമിതി, വ്യാപാര സമിതി, അതുപോലെയുള്ള ഒരുപാട് സംഘടനകൾ, അവരുടെ എല്ലാം സാന്നിധ്യം, അവരിലെല്ലാം ഇവിടെ സാന്നിധ്യമില്ലെങ്കിൽ പോലും ഒരു അവയർനെസിന്റെ ഒരു സന്ദേശം ഈ പ്രദേശത്തെല്ലാം എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ സഹകരിച്ച് എല്ലാവരെയും ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ വളരെ തിരക്കിനിടയിലും നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വേണുവേട്ടൻ, അദ്ദേഹം ഏറ്റവും താല്പര്യത്തോടുകൂടി സ്വീകരിക്കുകയും നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് വളരെ തിരക്കുണ്ടായിട്ട് അദ്ദേഹം മറ്റൊരു പരിപാടിയിലേക്ക് കണ്ണൂരിലേക്ക് പോയതാണ്. അതുപോലെ തന്നെ ഇവിടെ വിശിഷ്ടാതിഥിയായി നമ്മൾ ക്ഷണിച്ചിരുന്നത് ഈ പ്രദേശത്തിന്റെ ലോയാക്കോട് നിയന്ത്രിക്കുന്ന ഡിവൈഎസ്പി ആസാദ് സാറായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി അദ്ദേഹം ഏറ്റെടുത്തതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് കണ്ണൂരേക്ക് അവർക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇതിന് എല്ലാ ആശംസകളും നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ധ്യാനം അസോസിയേഷന്റെ പേരിൽ ഊഷ്മളമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ 2-2.5 മണിക്കൂറിലധികം നമ്മളൊരു വേറിട്ട ഒരു മനസ്സിൽ നമ്മളെല്ലാം ചിന്തിച്ചതുപോലെ മരുന്ന് കഴിച്ചാൽ രോഗം മാറും എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. ആർക്കെങ്കിലും ഷുഗർ മാറിയിട്ടുണ്ടോ? ഇല്ല, മാറില്ല. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുക, ഭക്ഷണ രീതി മാറുക, ഓൾ റൗണ്ട് നമ്മുടെ
ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചാൽ നമുക്ക് മാറും എന്ന് ഉറപ്പ് രമേശ മാഷ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പ്രചരിപ്പിക്കാം. ഏറ്റവും നല്ല രീതിയിൽ ഒരു അവയർനെസ് എന്ന രമേശ മാഷക്ക് നമുക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ജ്ഞാനം അസോസിയേറ്റിന്റെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ നേരുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ കണ്ടെത്തിയതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇതിനുവേണ്ടി കുറെ ആളുകൾ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജയപ്രകാശ് സാറുണ്ട്, ദീപേഷുണ്ട്, സുബിനുണ്ട്, അതുപോലെ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഇതിന് നേതൃത്വം കൊടുത്ത മമ്മാലി സാറുണ്ട്, ബിജു സാറുണ്ട്, അഷറഫുണ്ട്, അതുപോലെ അയ്യൂബ് കായുണ്ട്, CH ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഇനിയും പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാം നല്ലൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. എല്ലാവർക്കും യാനം അസോസിയേറ്റിന്റെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.